ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ലോകത്തിലുള്ള ഏത് സമൂഹം വളരുന്നതും ഉയരുന്നതും ആ സമൂഹത്തിൽ ആദ്യമായി നേരിടേണ്ടി വരുന്നതായ മദ്രസയിൽ അവര് പുരോഗതി പ്രാപിക്കുകയാണെങ്കിലാണ്. എല്ലാ സമൂഹത്തിന്റെയും ആദ്യ മദ്രസ വീടാണ്. ആ മദ്രസയിൽ വർക്ക് ചെയ്യുന്നവർ സ്ത്രീകളുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ മദ്രസയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ എത്രമാത്രം നന്നായി കിട്ടുന്നുവോ അത്രമാത്രം എന്ത് സംഭവിക്കും? സമൂഹത്തിൽ അതിൻ്റെ അംഗങ്ങൾ, അഅ്ളാഉകൾ, അഫ്റാദുകൾ നന്നാകുന്നു. സമൂഹം എന്ന് പറഞ്ഞാൽ, ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ എവിടുന്ന് ഉടലെടുക്കുന്നു? വ്യക്തികളിൽ നിന്നിട്ടാണ്. വ്യക്തികൾ ഉടലെടുക്കുന്നത് വീടുകളിൽ നിന്നിട്ടാണ്. വീടുകൾ നന്നായാൽ ഉയർത്തേണ്ടതുപോലെ, സ്ഥാപിക്കേണ്ടതുപോലെ, വളർത്തേണ്ടതുപോലെ വളർത്തിയാൽ, തർബിയത്ത് നൽകേണ്ടതുപോലെ നൽകിയാൽ, ആ വീട് ഇസ്ലാമിക വീടായി മാറിയാൽ, ആ വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്ന, പുറത്തു വരുന്ന സന്തതികൾ, സന്താനങ്ങൾ എല്ലാം നല്ലവരായി മാറുന്നു. അവരാണ് പിന്നെ സമൂഹത്തിലുള്ള മെമ്പർമാരായി മാറൽ. അത് വളരെ മുഖ്യമാണ്. അതുകൊണ്ടായിരിക്കാം കവി പറയുന്ന പദ്യം ഇവിടെ നിങ്ങൾ പലപ്പോഴും കേട്ടതാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ശഅബൻ തയ്യിബൽ അറാഖി. അൽ ഉമ്മു മദ്റസത്തുൻ, മാതാവ് സ്കൂളാണ്, മദ്രസയാണ്, കോളേജാണ്, യൂണിവേഴ്സിറ്റിയാണ്. മാതാവിനെ വളർത്തേണ്ടതുപോലെ വളർത്തിയാൽ, മാതാവ് ആവുന്നതിന് മുമ്പ് തന്നെ പെണ്ണിനെ സെലക്ട് ചെയ്യേണ്ടവളെ സെലക്ട് ചെയ്താൽ, വീട്ടുകാരിയാവാൻ അർഹപ്പെട്ടവളെ സെലക്ട് ചെയ്താൽ, ആ വീട്ടിൽ ജനിക്കുന്ന കുട്ടി നല്ല കുട്ടിയായി മാറുന്നു. ആ വീടും നല്ല വീടായി മാറുന്നു. ഭദ്രതയുള്ള വീട്, അഭിമാന സംരക്ഷണമുള്ള വീട്, ഇസ്ലാമിക പർദ്ദയെ സംരക്ഷിക്കുന്ന വീട്, ഭർത്താവിന്റെ, ആ വീട്ടിന്റെ ഉടമയുടെ അഭിമാനത്തെ, സമ്പത്തിനെ എല്ലാം സംരക്ഷിക്കുന്ന വീട്, കുട്ടികളെ ഇസ്ലാമിക ശിക്ഷണം നൽകുന്ന വീട്, ഇതെല്ലാമായി മാറുന്നു. അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വം മിനല്ലാഹി വറിദ്വാനിൻ ഖൈർ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുറുഫിൻ ഹാർ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. ഇതാണ് അല്ലാഹു പറയുന്നത്. ആരെങ്കിലും അവന്റെ ബുനിയാനിനെ, കെട്ടിടത്തെ സ്ഥാപിച്ചത് അലാ തഖ്വ മിനല്ലാഹി വറിദ്വാനിൻ ഖൈർ, അല്ലാഹുവിന്റെ കൽപ്പന, വിധി, വിലക്കുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള തഖ്വയാണ് അതിനുള്ള തറയെങ്കിൽ, അള്ളാന്റെ പ്രീതിയാണ് അതിന് തറവാകുന്നതെങ്കിൽ അതല്ലേ ഉത്തമം? അതാണോ ഉത്തമം? അല്ല അതിന് നേരെ വിപരീതം സ്ഥാപിച്ചതായ തറ സ്ഥാപിച്ചതായ വീട്ടിന്റെ ഉടമ, കെട്ടിടത്തിന്റെ ഉടമ, ബന്ധത്തിന്റെ ഉടമ. ബുനിയാനെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ വിശാലമായ അർത്ഥമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തന്നെ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ത്? കല്യാണം കഴിയുക എന്ന പദത്തിന് ബന എന്ന്. ബനാ ഫുലാനുൻ ബി ഫുലാന. ഒരു വ്യക്തി മറ്റൊരു പെണ്ണുമായി എന്തു ചെയ്തു? കല്യാണം കഴിച്ചു. അതിന് ബനാന പറയാ അറബി ഭാഷയിൽ. ബുനിയാൻ, സ്ഥാപിക്കുക. എന്തുകൊണ്ട്? അത് യഥാർത്ഥത്തിൽ സ്ഥാപിക്കലാണ്. അതാണ് ഏറ്റവും ഭദ്രതയുള്ള കെട്ടിടമായി മാറേണ്ടത്, ബന്ധമായി മാറേണ്ടത്. അതിന് എത്ര ഭദ്രത ഉണ്ടാകുന്നു അതിനപ്പുറമുള്ളതെല്ലാം ക്ലിയർ ആകും, ഭദ്രതയുള്ളതായി മാറുകയും ചെയ്യും. അതുകൊണ്ട് സ്ത്രീകൾക്ക് പണ്ട് തന്നെ, ഇന്നലെ രാത്രിയത്തെ ക്ലാസ്സിൽ നാം ഉണർത്തിയതുപോലെ, ആജിമാരോടാണ് സംസാരമെങ്കിലും സാധാരണ പറയാറുള്ളതാണ് നാം, എന്ത്? വീട് പണിയുമ്പോൾ അത് ഭദ്രതയുള്ള വീട് പണിയാൻ വേണ്ടി നാം പാടുപെടുമ്പോൾ വീട്ടിലുള്ള ആദ്യ മെമ്പർമാരാണ് ആദ്യം ക്ലിയർ ആവേണ്ടത്. അങ്ങനെ ക്ലിയറായി കഴിഞ്ഞാൽ ആ വീട്ടിൽ വളരുന്നവരും, ആ വീട്ടിൽ നിന്നിട്ട് വളരുന്നവരിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ വളർത്തുന്നവരും, അവർ മറ്റുള്ളവരെ വളർത്തുമല്ലോ. അധ്യാപികകളോ അല്ലെങ്കിൽ അധ്യാപകന്മാരോ അല്ലെ മുദരിസുകളോ മുദരിസാത്തുകളോ ആയിട്ട് പുറത്തിറങ്ങി വരുന്നവർ, ഇവരെല്ലാം നന്നാകുന്നു വീട്ടിലൂടെ. നമുക്ക് ദൂരം പോകേണ്ടതില്ല.
നാം ഈ വാഴ്ത്തി പുകഴ്ത്തി പറയുന്ന നമ്മുടെ ഈ വിഷയം, ഈ ഫാമിലി ക്ലാസ്സിൽ ചർച്ച ചെയ്ത് വരുന്ന വിഷയം, ആ വിഷയത്തിന്റെ കഥാപുരുഷന്മാരാകുന്ന അൻസാറുകൾ, ആ അൻസാറുകളെ വളർത്തിയവരാരാണ്? വീട്ടിൽ അവരുടെ ഉമ്മമാരാണ്. ഉമ്മു ഹറാം ബിൻത് മിൽഹാനിനെ പോലോത്ത, ഉമ്മു സുലൈമിനെ പോലോത്ത പേരെടുത്ത നമുക്കറിയാവുന്നതായ അൻസാരി സ്ത്രീകൾ നമുക്ക് പരിചയമുണ്ട്. ഉമ്മു ഇമാറ, സുബ്ഹാനല്ലാഹ്, ഉമ്മു ഇമാറ, ഹബീബ് ബിൻ സയ്യിദിനെയൊക്കെ വളർത്തിയതായ ഉമ്മു ഇമാറ. എന്താ റിസൾട്ട് ഉണ്ടായത്? മുസൈലമത്തുൽ കദ്ദാബിന്റെ സാന്നിധ്യത്തിൽ, മഹാപരാക്രമിയുടെ സാന്നിധ്യത്തിൽ, അള്ളാഹുവിന്റെ ദൂതർക്കെതിരിൽ ഞാൻ നബിയാണ് എന്ന് വരെ പറയാൻ മടിക്കാത്തതായ പടുകള്ളന്റെ സാന്നിധ്യത്തിൽ, അവന്റെ കൊട്ടാരത്തിൽ, അവന്റെ സിംഹാസനത്തിൽ പോയിട്ട് നീ ഞാൻ അള്ളാന്റെ ദൂതരാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലാ അസ്മ, ഞാനത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് ലാ അസ്മ? ഞാനത് കേൾക്കുന്നില്ല. ആരാ വളർത്തിയത് ആ കുട്ടിയെ? ഉമ്മ ഇമാറ വളർത്തിയതാണ്. ഉമ്മ ഇമാറ അൻസാരിയത്താണ്, മദീനവാസിയായിരുന്നു അവർ, അൻസാരിയത്താണ്, അൻസാരി സ്ത്രീയാണ്. ഉമ്മ ഇമാറ ഉഹദ് പോർക്കളത്തിൽ പോയതായ സഹാബാക്കൾക്കും അവരുടെ കുടുംബ മെമ്പർമാർക്കും വെള്ളമൂട്ടാനും ശുശ്രൂഷണം ചെയ്യാനും പോയതായ തള്ളയായിരുന്നു. അവിടെ എത്തിയപ്പോൾ അള്ളാന്റെ ദൂതരുടെ പരിസരത്തിൽ ചില സന്ദർഭങ്ങളിൽ സഹായിക്കാൻ ആളില്ല എന്ന് കണ്ടപ്പോൾ ഊരി അവരുടെ കൂടെയുള്ളതായ കടാരി, ആയുധം, എന്നിട്ട് റസൂലിനെതിരിൽ വരുന്നതായ ആയുധങ്ങളെ സ്വീകരിച്ചു. അതാണ് ഉമ്മു ഇമാറ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഉമറിന്റെ സാന്നിധ്യത്തിലേക്ക് വന്നപ്പോൾ വലിയ ബാൻഡേജുമായിട്ടാണ് ആ തള്ള കടന്നു വരുന്നത്, ആ മഹദി കടന്നു വരുന്നത്. എന്താണ് ഇത്? ബാൻഡേജ് എന്താണെന്ന് അറിയാമോ? പണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുന്ന കടാരികളെ സ്വീകരിച്ചത് കാരണത്താൽ മഹാമുറിവേറ്റിരുന്നു. ആ മുറിവ് താഴ്മയുള്ള മുറിവാണ്. അതിന്റെ ബാൻഡേജ് ആയിരുന്നു ആരുടെ കയ്യിൽ? ഉമ്മു ഇമാറയുടെ കയ്യിൽ. നാം അവിടേക്കൊന്നും പോകണ്ട, അത്ര ദൂരം പോകേണ്ട ആവശ്യമില്ല. നമുക്ക് മാതൃക കണ്ടെത്താൻ, നമ്മുടെ സഹോദരിമാർക്ക് പ്രത്യേകിച്ച് മാതൃക കണ്ടെത്താൻ ഈ നാട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്, ആ വീട്ടിൽ വെച്ചിട്ട് തുടങ്ങി വെക്കേണ്ടത് അള്ളാഹു കൽപ്പിച്ചു, വദുകുർന മാ യുത്ല ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. അവിടുന്ന് തുടങ്ങിയാൽ മതി, ദൂരം പോകേണ്ടതില്ല. ഉമ്മു ഇമാറൊക്കെ അൻസാരിയത്തായ ഉമ്മു ഇമാറൊക്കെ പിന്നെയാണ് അള്ളാന്റെ ദൂതർ കെട്ടിയ വീട്ടിന്റെ തുടക്കം എന്തായിരുന്നു? ആ വീട്ടിൽ നിങ്ങൾ ഓതിക്കൊണ്ടേ ഇരിക്കണം, സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം, വായിച്ചുകൊണ്ടേ ഇരിക്കണം, പഠിച്ചുകൊണ്ടേ ഇരിക്കണം. എന്ത്? മായുത്ല അലൈക്കുന്ന, നിങ്ങളിലേക്ക് ഓതപ്പെടുന്നതിനെ. എന്താണത്? ജിബ്രീൽ വന്നിട്ട് അവിടെ ഓതിക്കൊടുക്കുന്നുണ്ട് ദൈനംദിനം. അള്ളാഹുവിന്റെ ആയാത്തും ഹിക്മത്തും, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളും ഹിക്മത്തുകളും. അള്ളാഹുവിന്റെ ആയാത്തുകൾ അതെന്താണ്? ഖുർആനിലൂടെയാണ്. ഹിക്മത്ത് എന്താണ്? ഹദീസ്, സുന്നത്ത്, അതിന്റെ വിശദാംശങ്ങൾ. ഹിക്മത്ത് അതിന്റെ വിശദാംശങ്ങൾ. മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറാണത്. ഹിക്മത്ത് കൊണ്ട് വിവക്ഷ എന്താണ്? ഹദീസാണ് എന്നത്. അതെ, ഇത് നിങ്ങൾ പഠിക്കണമെന്ന് അവിടെ കൽപ്പിക്കപ്പെട്ടു. കൽപ്പിച്ച് മാത്രം വിട്ടില്ല. പിന്നെയോ അള്ളാഹുവിന്റെ ദൂതർ സ്വയം രാവിലെയായാൽ അർദ്ധരാത്രിയാകുമ്പോൾ തഹജ്ജുദിന് വേണ്ടി അവരെ ഉണർത്തും. അതുപോലെ തന്നെ നമസ്കാരത്തിന് വേണ്ടി അവരെ ഉണർത്തും. അതുകൊണ്ട് തന്നെ റസൂൽ കാട്ടുന്നതൊക്കെ അവർ കാട്ടാൻ അവർക്ക് എന്തുണ്ടായിരുന്നു? ആവേശവും ഉന്മേഷവും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് മുഖവര നൽകുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു പ്രാധാന്യം നൽകിയത് സ്ത്രീകൾക്ക്, അവരുടെ വിജ്ഞാനത്തിന്, അവരുടെ തർബിയത്തിന് എന്നത്. അതുകൊണ്ട് റസൂൽ എന്ത് ചെയ്തു? മദീനയിൽ മിശ്രമായുള്ള സദസ്സ് വേണ്ട എന്ന് വെച്ചു. സ്ത്രീകൾക്ക് പ്രത്യേകം സദസ്സുണ്ടാക്കി മദീനയിൽ. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ക്ലാസ്. ആര് നേതൃത്വം വഹിക്കുന്നവര്, ആര് ക്ലാസ് എടുക്കുന്നവര്? നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതും പാഠമാണ് നമുക്ക്. എന്ത്? സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം. നാം പ്രാധാന്യം നൽകൽ എന്തിലൂടെയാണ്? സംസാരിക്കുമ്പോഴൊക്കെ സഹോദരിമാരെ, സഹോദരന്മാരെ എന്നാ പറയാ. ഇത് അങ്ങനെ പറയാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് എവിടുന്ന് വന്നതാണ്? നമുക്ക് സഹോദരിമാരോട് വെറുപ്പുള്ളതുകൊണ്ടല്ല. പിന്നെയോ നമ്മുടെ ശൈലിയല്ല അത്, നമ്മുടെ ദൂതർ പഠിപ്പിച്ച ശൈലിയല്ല.
നമ്മുടെ സഹാബാക്കൾ പഠിപ്പിച്ച ശൈലിയല്ല, അത് ലേഡീസ് ആൻഡ് ജെന്റൽമെൻ എന്ന ശൈലിയാണ്. അവിടുന്നാണ് വന്നത്. എവിടുന്ന്? അവിടുന്നാണ് വന്നത്. യൂറോപ്പിൽ നിന്നിട്ടും പാശ്ചാത്യയിൽ നിന്നിട്ടും വന്നതാണ് പെണ്ണുങ്ങൾ ആദ്യം വിളിക്കൽ. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് സ്ത്രീകൾ അവഗണിക്കലുമല്ല. പിന്നെയോ അള്ളാഹു വെച്ച ആ നിർത്തി അവിടെ നിൽക്കണം. അവർ നിർത്തിയെടുത്ത് നാം നിർത്തുകയും വേണം. അത് നമ്മുടെ ബാധ്യതയാണ്. എന്ത്? പുരുഷന്മാരെ അവർക്ക് സമാവകാശമാണ് മഅറൂഫിലുള്ളത്. ഏത്? അക്രമം അങ്ങോട്ട് പാടില്ല, ഇങ്ങോട്ടും പാടില്ല. പുരുഷൻ പെണ്ണിനെയോ പെണ്ണ് പുരുഷനെയോ. പുരുഷൻ പെണ്ണിന് ചെയ്യേണ്ടതായ അവകാശങ്ങൾ നിർവഹിക്കുന്നതിൽ പുരുഷൻ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. സ്ത്രീ പുരുഷന് ചെയ്യുന്ന അവകാശത്തിൽ സ്ത്രീയും വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. ഒരുപോലെ അതിൽ അവർ സമാവകാശികളാണ്. പക്ഷേ വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? പുരുഷനാണ് പരലോകത്തിൽ അവളെക്കുറിച്ച് ചോദിക്കപ്പെടാ. അവളുടെ സമ്പത്ത്, അവളുടെ ചെലവിനെ കുറിച്ച്, അവളുടെ വസ്ത്രത്തെക്കുറിച്ച്, അവളുടെ താമസത്തെക്കുറിച്ച്, അവളുടെ ഭക്ഷണത്തെക്കുറിച്ച്, അവളുടെ ദീനീ നീക്കങ്ങളെക്കുറിച്ച്, ചലനങ്ങളെക്കുറിച്ച് എല്ലാം അള്ളാഹു അവനോടാണ് ചോദിക്കുക, അവളോടല്ല. അപ്പോൾ അത് കാരണത്താൽ, ആ ബാധ്യത നിർവഹിക്കുന്നത് കാരണത്താലാണ് അവന് എന്തുള്ളത്? ദറജ കൂടുതലുണ്ട്. അതെ. الرجال قوامون على النساء بما فضل الله بعضهم على بعض. പുരുഷന്മാർ ഖവ്വാമൂന അലൻ നിസാ, കാര്യകർത്തൃത്വം ഏറ്റെടുക്കുന്നവരാണ്. സ്ത്രീകളുടെ കാര്യകർത്തൃത്വം ഏറ്റെടുക്കുന്നവര്. അതുകൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചത് സ്ത്രീകളെ എങ്ങനെയാണ്? പുരുഷന്മാർക്ക് കൊടുത്തതായ പലതും സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല. സ്ത്രീകൾക്ക് നൽകിയത് പലതും പുരുഷന്മാർക്ക് നൽകിയിട്ടില്ല, പല കഴിവും. അതെ. അപ്പോൾ ശാരീരിക ശേഷിയിൽ പുരുഷന്മാർ വളരുമ്പോഴെല്ലാം അവരുടെ എല്ലുകള് ശക്തിയുള്ളതായി മാറുന്നു. സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ശക്തി ഉണ്ടാവുകയില്ല. സ്ത്രീകളുടെ ശക്തി പകുതിയോ അല്ലെങ്കിൽ കുറവോ ആണ്. അപ്പോഴോ അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് പുരുഷന്മാരോട് റസൂൽ എന്ത് പറഞ്ഞു? അറഫയിൽ വെച്ചിട്ട് അവര് നിങ്ങളുടെ മുമ്പിൽ ആരാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. നിങ്ങളുടെ അടുക്കൽ അസീറാത്താണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ പോലെയാണ് എന്ന് പറഞ്ഞാലോ നിങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിങ്ങളോട് അവരെക്കുറിച്ച് ചോദിക്കപ്പെടും. അവരുടെ അഭിമാനത്തെക്കുറിച്ച്, അവരുടെ ദീനിന്റെ കാര്യത്തെക്കുറിച്ച്, അവരുടെ ഭക്ഷണ കാര്യത്തെക്കുറിച്ച്, അവരുടെ വീട്ടിലുള്ളതായ ഭദ്രതയെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം ചോദിക്കപ്പെടും. അതുകൊണ്ട് പുരുഷന്മാരുടെ ബാധ്യത കൂടുന്നു എന്നതുകൊണ്ട് സ്ത്രീകൾക്ക് അവഗണനയാണ് ഇസ്ലാമിൽ എന്നർത്ഥമില്ല എന്നതുകൂടി അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഈ നാട്ടിൽ ജീവിച്ച നമ്മുടെ അൻസാരിയാത്തുകൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇനിയും ക്ലാസ്സുകളിൽ കേൾക്കാൻ പോകുന്നത് പോലെ പറയുന്നതിന് മുമ്പായി ഞാൻ മുഖവര നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് പരിഗണന നൽകിയതുകൊണ്ട്, റസൂൽ നൽകിയതുപോലെ, ഇസ്ലാം നൽകിയതുപോലെ, സഹാബാക്കൾ നൽകിയതുപോലെ ഇവിടെ നാമും നൽകി. അതുകൊണ്ട് സ്ത്രീകളുടെ ക്ലാസ് നാം നിർത്തിയില്ല ഹജ്ജ് സീസണിൽ ഇക്കൊല്ലം എന്നതാണ് പറഞ്ഞു വന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, നാം അൻസാരികൾ എന്ന വിഷയമാണ് ഫാമിലി ക്ലാസ്സിൽ ചർച്ച ചെയ്തു വരുന്നത്. അൻസാറുകൾ എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആരെക്കുറിച്ച് കേട്ടു? സഅദ് ഇബ്നു സുറാറയെ കുറിച്ച് കേട്ടു. സഅദ് ഇബ്നു സുറാറയെയും അതുപോലെ തന്നെ അസ്അദ് ഇബ്നു സുറാറയെയും പിന്നെ സഅദ് ഇബ്നു മുആദിനെയും പിന്നെ ഉസൈദ് ഇബ്നു ഹുദൈറിനെയും എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞു. ഈ നാട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സ്വീകരിക്കാൻ അൻസാറുകളെ ഉണ്ടാക്കിയെന്നും നാം പഠിച്ചു. ആ അൻസാറുകളെ വാർത്തെടുത്തത് ഹിജ്റ നുബുവത്തിന്റെ 11, 12, 13 എന്നീ വർഷങ്ങളിലൂടെയാണ് എന്നും നാം പഠിച്ചു. ഇതൊന്നും മറക്കരുത്. ഈ സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്തുകൾ അവിടെ നടന്നപ്പോൾ മക്കയിൽ മിനയിൽ വെച്ചിട്ട് ബൈഅത്തുൽ അഖബ
അഖബയിലുള്ളതായ ഉടമ്പടികൾ നടന്നതായ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അനുവാദം കൊടുത്തു, സഹാബാക്കൾ എന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് പോകാം എന്ന്. ആദ്യമായിട്ട് വന്നവരാരാണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. റസൂൽ അയച്ചത് ആരെയാണ്? മുസ്അബ് ഇബ്നു ഉമൈറിനെയാണ്. ഇവിടെ മതം പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നാമകരണം ചെയ്യപ്പെട്ടത് എന്തായിരുന്നു? എന്താണ് മുസ്അബിന്റെ പേര് വെക്കപ്പെട്ടത്? മറന്നുപോയോ? ഇതൊരു പക്ഷെ പറഞ്ഞേക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ബാങ്ക് വിളിക്കുന്ന ആൾക്ക് എന്താ പേര്? നമ്മുടെ നാട്ടിൽ ഇവിടെ മദ്യം അറബിയിൽ പറയുന്നു. നമ്മുടെ നാട്ടിൽ എന്താ പറയാ? മുഖരി. മുഖരിക്ക. മുഖരി എന്നാണ് ആർക്ക് പേര് വെച്ചത്? മുഖരി എന്ന പേരിലാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്. ആരെ? മുസ്അബിനെ. കാരണം മുസ്അബിന് അയച്ച ഡ്യൂട്ടി എന്തായിരുന്നു? മുഖരി ആയിട്ടാണ്. ഏതായാലും മുഖരിക്ക എന്ന് പറയുന്നത് മുഖരിയിൽ നിന്നിട്ട് വന്നതായിരിക്കാം. ആ മുഖരി എന്ന നാമം, അതിന്റെ പ്രത്യേകത നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ ഖുർആൻ പാരായണത്തിലൂടെയാണ് നന്നാവുന്നവർ നന്നാവുക, നന്നാവേണ്ടവർ നന്നാവേണ്ടത്. ഈ ഖുർആൻ കേട്ടിട്ടില്ലെങ്കിൽ, ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിൽ, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരെന്താ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അത് പരിഭാഷ വായിച്ചാലും ചിന്തിക്കാൻ പറ്റും, അറബിയിൽ തന്നെ ഓതിക്കൊള്ളണമെന്നില്ല, മനസ്സിലായില്ലേ? പക്ഷെ അറബിയിൽ ഓതുമ്പോൾ കിട്ടുന്ന ഒറിജിനാലിറ്റി കിട്ടൂല മലയാളത്തിലാകുമ്പോൾ. അറബിയിൽ ഓതുമ്പോൾ കിട്ടുന്ന ആ ഒറിജിനാലിറ്റിയും ആ ഭക്തിയും ആ ആവേശവും ആ ഉന്മേഷവും കിട്ടൂല മറ്റേത് ഭാഷയിൽ അതിന്റെ അർത്ഥം വെക്കുമ്പോഴും. അത് പരിഭാഷപ്പെടുത്തിയ പ്രഗത്ഭരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിക്താളും പറഞ്ഞിട്ടുണ്ട്, അബുൽ കലാം ആസാദും പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരും എല്ലാവരും സമ്മതിക്കുന്നതാണ് ഖുർആനിന്റെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള സത്ത മറ്റു ഭാഷകളിലൂടെ പുറത്ത് ഇറക്കാൻ സാധിക്കൂല. എന്ത് കാരണത്താൽ? മറ്റ് ഭാഷകൾക്ക് ഖുർആന്റെ മാഷികത്വം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ഉൾക്കൊള്ളാൻ സാധിക്കൂല. മറ്റു ഭാഷകൾക്ക് ഫിറ്റായ പദമില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ വലക്കും ഫിൽ ഖിസാസി ഹയാ യാ ഉലിൽ അൽബാബ് എന്ന ആയത്തിറങ്ങിയപ്പോൾ അറബികൾ പെട്ടെന്ന് ഞെട്ടി. എന്താണ്? ചെറിയ പദം, വലിയ അർത്ഥങ്ങൾ. അതുപോലെ നമ്മൾക്കുണ്ടാക്കിക്കൂടെ എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നി. അങ്ങനെ പലരും റൂമിൽ ഇരുന്നിട്ട് എഴുതാൻ തുടങ്ങി. എഴുതിയ കൂട്ടത്തിൽപ്പെട്ടതാണ് അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ. അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ. ഒരാള് ഒരു കൊല നടത്തിയാൽ ആ കൊലക്ക് പകരം മറ്റൊരാളെ കൊന്നാൽ പിന്നെ കൊലകൾ ഉണ്ടാവൂല എന്നാണ് അർത്ഥം ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അല്ലാഹ് പറയുന്ന വലക്കും ഫിൽ ഖിസാസി ഹയാ എന്ന പദം ആകാശത്തിൽ, അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ ഭൂമിയിൽ. കടലും കടലാടിയും പോലെ നമ്മൾ പറയാറുണ്ടല്ലോ. വളരെ വ്യത്യസ്തമായ, വളരെ രാവ് പകല് പോലെയുള്ള ചേഞ്ചാണ് അതിൽ കണ്ടത്. അങ്ങനെ പിന്നെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഈ ഖുർആന്റെ പ്രത്യേകതയാണ് അതിനുള്ള അമാനുഷികത്വം എന്ന് പറഞ്ഞ ഇജാസ്. അതുപോലത്തത് കൊണ്ടുവരാൻ പറ്റൂല. ഖുർആൻ വെല്ലുവിളിക്കാണല്ലോ. ഇൻസു എന്നല്ലേ തുടക്കം? والجن على أن يأتوا بمثل هذا القرآن لا يأتون بمثله. തന്നെയാണോ? ഉറപ്പാണോ? على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. ലോകത്തിലുള്ള സർവ്വ മനുഷ്യന്മാരും സർവ്വ ജിന്നുകളും ഒരുമിച്ചുകൂടി ഒരുമിച്ചുകൂടി കോൺഫറൻസുകൾ നടത്തി പരസ്പര സഹായ സഹകരണങ്ങൾ നടത്തി. നമ്മൾ തുടങ്ങിയതുപോലെ അപ്പൊ തെറ്റിയിട്ടില്ല. മനുഷ്യനും ജിന്നും ഒരുമിച്ച് കൂടിയാൽ ഇതുപോലെയുള്ള ഒരു ഖുർആനെ കൊണ്ടുവരാൻ അള്ളാഹു വെല്ലുവിളികൾ വേറെ നടത്തിയിട്ടുണ്ട്. എന്ത്? നിങ്ങളൊരു 10 സൂറത്ത് കൊണ്ടുവരൂ, ഖുർആൻ കൊണ്ടുവരൂ, 10 സൂറത്ത് കൊണ്ടുവരൂ, ഒരു സൂറത്ത് കൊണ്ടുവരൂ, സൂറത്തി മിസ്ലി, ഒരു സൂറത്ത് ഇതുപോലത്തത് എന്നും പറഞ്ഞു. എന്നിട്ട്
ആരും മറുപടി നൽകാതിരുന്നപ്പോഴാണ് പിന്നെ അള്ളാഹിനെ തീർത്ത് പറഞ്ഞത്, നിങ്ങൾ പരിശ്രമിക്കണ്ട, മനക്കടണ്ട, ബുദ്ധിമുട്ടണ്ട, തലയടിച്ച് നിങ്ങൾ ലോകമാസകലം ബുദ്ധിമുട്ടിയാലും സാധിക്കൂല എന്ന് അള്ളാഹിനെ തീർത്ത് പറഞ്ഞു. ലാ യഅ്തൂന ബിമിസ്ലിഹി, ഇതുപോലത്തെ കൊണ്ടുവരാൻ സാധിക്കൂല. പറഞ്ഞിട്ട് എത്ര നൂറ്റാണ്ട് വിട്ട് കടന്നു? 14 നൂറ്റാണ്ട് വിട്ട് കടന്നു. ഇപ്പോൾ 15-ാം നൂറ്റാണ്ടിലാണ് ലോകം. മറുപടി നൽകിയിട്ടില്ല, നൽകാൻ പറ്റുകയുമില്ല. അല്ലാഹ് എന്താ പറഞ്ഞ? ലാ യഅ്തൂന ബിമിസ്ലിഹി, അതുപോലത്തത് കൊണ്ടുവരാൻ സാധിക്കുക തന്നെ ഇല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ, അവർ പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്താലും ശരി. അതെ, അങ്ങനെ ഉള്ളൊരു സാധനമാണ്, അങ്ങനെയുള്ളൊരു മഹാശക്തിയാണ് ഈ ഖുർആൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ഖുർആനിനെ മദീനവാസികളാകുന്ന അറബികൾക്ക് ഓതിക്കൊടുക്കാൻ വേണ്ടിയിട്ട് റസൂൽ സെലക്ട് ചെയ്തതായ ആദ്യത്തെ വ്യക്തിയായിരുന്നു ആര്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. മുസ്അബ് ഇബ്നു ഉമൈർ എവിടെയാണ് അവര് മറഞ്ഞു കിടക്കുന്നത്? ഉഹദ് പോർക്കളത്തിലാണ്. അതെ, ഉഹദ് പോർക്കളത്തിൽ മറഞ്ഞു കിടക്കുന്നതായ മുസ്അബ് ഈ മദീനയിൽ വെച്ചിട്ട്, ഈ പോർക്കളത്തിൽ വെച്ചിട്ട് ഷഹീദായതായ വേളയിൽ സഹീഹായ ഹദീസുകളിൽ സിഹാഹുകളിൽ സ്ഥലം പിടിച്ച പല സംഭവങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. നാം ഇപ്പോൾ നീട്ടി വലിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും കേട്ടതിൽ നിന്നിട്ട് ചിലതിനെ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുന്നു. ആ മുസ്അബ് ഈ മദീനയാക്കിയ വ്യക്തിയല്ലേ? റസൂൽ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് മദീനവാസികൾ വീടുകളുടെ മീതെ നിന്നുകൊണ്ട് യാ റസൂലല്ലാഹ് യാ മുഹമ്മദ്, യാ റസൂലല്ലാഹ് യാ മുഹമ്മദ്, നിങ്ങൾക്ക് സ്വാഗതം എന്ന് ഓരോ വീടുകളുടെ മീതെ റസൂൽ നടക്കുന്നതായ റോട്ടിലുള്ളതായ വീടുകളുടെ മീതെ നിന്നുകൊണ്ട് പറഞ്ഞ അട്ടഹാസിച്ച വാർത്ത ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂട്ടരെ. എന്താണ് ആ രംഗം? അതുകൊണ്ടാണ് അനസ് പറയുന്നത്, അള്ളാഹുവിന്റെ ദൂതർ മദീനയിലേക്ക് കടന്നു വന്നതായ ദിവസം പോലത്തെ ദിവസം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഏത് പെരുന്നാളും അതിനോട് തുല്യതയുള്ള പെരുന്നാളല്ല. ഏറ്റവും വലിയ ആസ്വാദ്യകരമായ, ഏറ്റവും വലിയ സന്തോഷകരമായ ദിവസം അതായിരുന്നു മദീനയിലേക്ക് റസൂൽ കടന്നു വന്ന ദിവസം. സഹീഹ് ബുഖാരിയിൽ അനസാണ് റിപ്പോർട്ടകൻ. റസൂൽ മദീനയിൽ കടന്നു വന്ന ദിവസം പോലത്തതായ ദിവസത്തെ കണ്ടിട്ടേ ഇല്ല. ബനു നജ്ജാർ ഗോത്രക്കാർ റസൂൽ വരുന്ന വാർത്ത കേട്ടപ്പോൾ മറ്റു സഹാബാക്കൾ എന്നിട്ട് പലരും ഒരുങ്ങിയതുപോലെ വാളുമായി, പരിചയവുമായി, ആയുധവുമായി അള്ളാഹുവിന്റെ ദൂതരെ സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെടുകയുണ്ടായി. റസൂലിനെ എതിർക്കാനോ, റസൂലിനെ മല്ലിടാനോ, റസൂലിനെ ദ്രോഹിക്കാനോ ഒരു മഖ്ലൂക്കും വന്നിട്ടില്ല. വരുന്നത് കൊണ്ടുമല്ല, പിന്നെ എന്തിനാണ്? ആ റസൂലിനോട് അവിടെ ജംറത്തുൽ അഖബയിൽ വെച്ചിട്ട് ബൈഅത്ത് ചെയ്തതായ സന്ദർഭത്തിൽ, ഉടമ്പടി ചെയ്തതായ സന്ദർഭത്തിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയോട് വന്നോളീ ദൂതരെ മദീനയിലേക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണ്, ലോകത്തിനോട് മത്സരിക്കാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ട് പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നവർ പറഞ്ഞിരുന്നു റസൂലിനോട്. ആ വാഗ്ദാനം ഞങ്ങൾ പുലർത്തിയിട്ടുണ്ട് എന്ന് കാട്ടാൻ വേണ്ടി തന്നെയാണ് മദീനയിൽ നിന്നിട്ട് നേതാക്കൾ വാളുമായി, പരിചയവുമായി, ആയുധധാരികളായിട്ടാണ് ഖുബയിലേക്ക് പുറപ്പെടുന്നത്. നബി എത്തി എന്ന വാർത്ത കേട്ടപ്പോൾ ഇതും സഹീഹിൽ തന്നെയാണ്. അതെ, അങ്ങനെയുള്ള രംഗങ്ങൾ എവിടെ നിന്നുണ്ടായി എന്നതാണ് പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യനിലൂടെയാണ്, ഒരു വ്യക്തിയിലൂടെയാണ്. ആരാണ് ആ വ്യക്തി? മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ഒരു വ്യക്തിക്ക് പലതും ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിയാണ് ഈ ചാച്ചുണ്ടാക്കിയത്, ഈ ആവേശമുണ്ടാക്കിയത്, ഈ ഉന്മേഷമുണ്ടാക്കിയത്. റസൂലിനെ കണ്ടാലേ തീരുള്ളൂ, റസൂൽ വന്നാലേ തീരുള്ളൂ എന്ന നിർബന്ധം മദീനവാസികളിൽ ഉടലെടുപ്പിച്ചത്. അങ്ങനെയുള്ള മുസ്അബ് ഇബ്നു ഉമൈർ മരിച്ച വാർത്ത പറഞ്ഞ്, ഷഹീദായ വാർത്ത പറഞ്ഞ് നേതാക്കൾ പിൻകാലഘട്ടത്തിൽ പ്രയാസപ്പെടും. പറയും, ഞങ്ങൾ അള്ളാഹു പരിശോധിച്ചു. അതേസമയത്ത് മുസ്അബ് ഞങ്ങളെ കൂടിയായിരുന്നു പണ്ട്, മുൻപന്മാരുടെ കൂടിയായിരുന്നു പണ്ട് മക്കയിൽ. അദ്ദേഹം അവിടെ അറസ്റ്റിൽപ്പെട്ടു, ഞങ്ങൾ അറസ്റ്റിൽപ്പെട്ടതുപോലെ. അദ്ദേഹം അവിടെ ദ്രോഹിക്കപ്പെട്ടു, ഞങ്ങൾ ദ്രോഹിക്കപ്പെട്ടതുപോലെ. അദ്ദേഹം അവിടെ മർദ്ദിക്കപ്പെട്ടു, ഞങ്ങൾ മർദ്ദിക്കപ്പെട്ടതുപോലെ. അദ്ദേഹം അവിടെ പട്ടിണി കിടന്നു, ഞങ്ങൾ പട്ടിണി കിടന്നതുപോലെ. അദ്ദേഹം അവിടെ നിന്ന് ഹിജ്റ പോയി എത്യോപ്യയിലേക്ക് ഞങ്ങൾ പോയതുപോലെ. പക്ഷേ അദ്ദേഹത്തിന് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലാൻ പറ്റി. പരീക്ഷണത്തിൽ നിന്നിട്ട് പിൻകാലഘട്ടത്തിൽ വിജയിച്ചു. ഞങ്ങളാണെങ്കിൽ ദുനിയാവ് തുറക്കപ്പെട്ടു. അബ്ദുറഹ്മാന്റെ വാക്കാണ്, സഹീലാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞങ്ങൾക്ക് ദുനിയാവ് തുറക്കപ്പെട്ടു, ഞങ്ങൾക്ക്
മുത്തുകളും മാണിക്യങ്ങളും ലഭിച്ചു, ഞങ്ങൾക്ക് സ്വർണങ്ങൾ ലഭിച്ചു, ഞങ്ങൾക്ക് നേതൃത്വങ്ങൾ കിട്ടി, ഞങ്ങൾക്ക് നാടുകൾ ഫതഹാക്കാൻ സാധിച്ചു. ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചു. എന്തായിരിക്കും റബ്ബിനോട് മറുപടി നൽകുക? പണ്ട് മുസ്അബിന് അദ്ദേഹം ഉഹദ് പോർക്കളത്തിൽ ഷഹീദായി വീണ വേളയിൽ അദ്ദേഹത്തിന് കഫൻ ചെയ്യാൻ വരെ തുണി കിട്ടിയിരുന്നില്ല, കഫൻ പട കിട്ടിയിരുന്നില്ല, കഫൻ പുട കിട്ടിയിരുന്നില്ല. അള്ളാഹിന്റെ ദൂതർ അദ്ദേഹത്തിന് കഫൻ ചെയ്തതായ വേളയിൽ അദ്ദേഹത്തിന്റെ കാല് മറക്കുമ്പോൾ തല മറക്കുമ്പോൾ കാല് മറിഞ്ഞിരുന്നില്ല. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദേഹത്തിന്റെ തല നിങ്ങൾ മറക്കൂ, കാലിനെ നിങ്ങൾ പുല്ലുകൊണ്ട് മറച്ചാൽ മതി. അങ്ങനെ ഉഹദ് പർവ്വതത്തിലുള്ള പുല്ല് കൊണ്ടുവന്നിട്ട് പുല്ലുകൊണ്ട് മറക്കപ്പെട്ടതായിരുന്നു. ഇത് മുഴുവനും സഹീഹിലാണ്. എവിടെയാണ് ഈ വാർത്തകൾ? മുഴുവനും സഹീഹിലാണ്. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഖബറടക്കിയിരുന്നത്. ആ ഖബറടക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉഹദ് പോർക്കളത്തിൽ ഖബറടക്കപ്പെടുന്നതായ സഹാബാക്കൾ അവിടെ ഷഹീദായിട്ട് വീഴുന്ന വേളയിൽ 5 പേര് ഒരു ഖബറിൽ, 3 പേര് ഒരു ഖബറിൽ, ചിലപ്പോൾ വലിയ കുഴി കുഴിച്ചിട്ട് 10 പേര് ഒരു ഖബറിൽ, അങ്ങനെയായിരുന്നു ഖബറടക്കിയിരുന്നത്. കാരണം അടിയന്തരാവസ്ഥയാണ്, യുദ്ധമാണ്, മത്സരമാണ്, പോരാട്ടമാണ്, ശത്രുക്കൾ മുമ്പിലാണ്. ആ സന്ദർഭത്തിൽ റസൂല് മറക്കാറില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളീൻ. റസൂല് മറക്കാറുണ്ടായിരുന്നില്ല. 10 മയ്യത്തിനെ അവിടെ, ശുഹദാക്കളുടെ മയ്യത്തിനെ അവിടെ കഫൻ ചെയ്തുകൊണ്ട് ലൈൻ നിർത്തിക്കഴിഞ്ഞാൽ റസൂല് മറക്കാറുണ്ടായിരുന്നില്ല. പറയുന്ന വാക്ക് ആരെ മുന്തിക്കണം? അഖ്റഉഹും ലികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഓതാൻ കൂടുതൽ അറിയുന്ന വ്യക്തി ആ 10 ആളിൽ ആരാണ്? അദ്ദേഹത്തിന് ആദ്യം മറക്കൂ. ആരെ? ഖുർആൻ നന്നായി ഓതുന്ന ആൾ ആദ്യം മറക്കൂ. ബഹുമാനം, ആദരണീയത. എല്ലാവരും സഹബാക്കളാണ്, എല്ലാവരും ശുഹദാക്കളാണ്, എല്ലാവരും ഒന്നിരിക്കലോ മുഹാജിറുകളോ അല്ലെങ്കിൽ അൻസാറുകളോ ആണ്. എന്നാലും അവിടെ മുന്തിക്കേണ്ടത് ആരെയാണ്? അവരിൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, ഖുർആൻ മനഃപ്പാടമിട്ടവരെ, ഖുർആനുമായി ബന്ധമുള്ളവരെ. ഇതാണ് മഹാനായ മുസ്അബിന്റെ പേര് തന്നെ മുഖ്രി എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മദീന അറിയപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂല് മുഖ്രി ആയി അയക്കപ്പെട്ട ആൾ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അയച്ചതായ വ്യക്തിത്വം എന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, മദീനയിലേക്ക് ആദ്യം വന്നതായ മുസ്അബിനെ പോലെ കൂടെ ഉണ്ടായിരുന്നതായ അല്ലെങ്കിൽ ആദ്യം വന്ന കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം അല്ലെങ്കിൽ അംർ ഇബ്നു മക്തൂം ഇബ്നു മക്തൂം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാവ്യക്തിത്വം. ആ വ്യക്തിത്വത്തിനെ പരിചയപ്പെടാൻ ഇവിടെ എന്തിനാ ദൂരം പോകേണ്ടത്? ഖുർആനിൽ അദ്ദേഹത്തിന് ആദരിച്ച ആയത്തന്നെ സൂറത്ത്. എന്താ സൂറത്തിന്റെ തുടക്കം? അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. അൽ അഅമ ആരാണ്? അൽ അഅമ ഏത് കുരടനാണത്? ഇബ്നു മക്തൂമിനെ കുറിച്ചാണ് ചർച്ച. ഇബ്നു മക്തൂമിനെ അവഗണിച്ച ശരിയായില്ല ദൂതരെ. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആ മുമ്പന്മാരെ ആദരിച്ചുകൊണ്ട് അവർക്ക് ഓതിക്കൊടുക്കണം, അവരുമായി സംസാരിച്ചിരിക്കണം. واذكر نفسك واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ച, ബിംബങ്ങളോടല്ല, നബിമാരോടല്ല, ഔലിയാക്കന്മാരോടല്ല, ശിട്ടുകളോടല്ല, അള്ളാഹുവോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു കൂടുന്നതായ ആ മുമ്പന്മാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എന്ത് വന്നാലും പ്രശ്നമില്ല, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ ദൂതരേ. അല്ലേ, നിങ്ങളുടെ കണ്ണ് അവരിൽ നിന്നിട്ട് വിട്ടുപോകരുത്. അവരോടുള്ള നല്ല നോട്ടം, കൃപയുടെ നോട്ടം, ആദരണീയ നോട്ടം, ബഹുമാനത്തിന്റെ നോട്ടം നിങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. തുരീദു സീനത്തൽ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. ഹൃദയം നമ്മെ സ്മരിക്കുന്നത് കൊണ്ട് അശ്രദ്ധരായി ജീവിച്ചവരുണ്ടല്ലോ, അവരെ നിങ്ങൾ അനുസരിക്കരുത്, അവരെ നിങ്ങൾ ആദരിക്കരുത്, അവർക്ക് നിങ്ങൾ പരിഗണന നൽകരുത്. ഒക്കാന അംറുഹു ഫുറുത്ത. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരറ്റത്തിലേക്ക് എത്താത്തതാണ്. ഒരറ്റത്തിലേക്ക് എത്താത്ത, വീഴ്ചയോട് വീഴ്ച, അപകടത്തോട് അപകടം,
നന്മയിലേക്ക് എത്താതെ പ്രശ്നം പരിഹരിക്കപ്പെടാത്ത രൂപത്തിൽ ജീവിക്കുന്ന വിഭാഗമാണ് അവർ. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് മാത്രം ആരാധന കയറാത്തത് കൊണ്ട്, അവരിൽ നിന്നിട്ട് അള്ളാഹ്ക്ക് മാത്രം പ്രാർത്ഥന കയറാത്തത് കൊണ്ട്. അതാണ് ആര്? ഇബ്നു ഉമ്മു മക്തൂം. അവരെല്ലാം മുമ്പ് വന്നവരിൽ പെട്ട ആളാണ്. മുമ്പ് വന്നവരിൽ പെട്ടത് തന്നെയാണ് ബിലാലും. മനസ്സിലായില്ലേ? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഓർഡർ പുറപ്പെടുവിച്ചപ്പോൾ അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബും കൂട്ടുകാരും വന്നു. അതുപോലെ നേതാക്കളൊക്കെ വരാൻ ആരംഭിച്ചു. ഉസ്മാനും വന്നു. അതുപോലെ പേരെടുത്ത അലിയും അബൂബക്കറും ഒഴിച്ച് മറ്റുള്ള നേതൃത്വങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അലിയും അബൂബക്കറും ഒഴിച്ച് റളിയല്ലാഹു തആല അൻഹുമാ, അവർ രണ്ടുപേരൊഴിച്ച് മറ്റുള്ളവരൊക്കെ നേതൃത്വങ്ങളിലും ഇവിടെ എത്താൻ ആരംഭിച്ചു. എത്തുന്നവർക്കൊക്കെ അഭയകേന്ദ്രം എവിടെ? ആരുടെ വീട്ടിൽ? മദീനയിൽ ഖുബായിൽ സഅദ് ഇബ്നു ഖൈസമയുടെ വീട്ടിലാണ് കല്യാണം കഴിക്കാത്തവർ. കുൽസും ഇബ്നു ഹിദം അവരുടെ വീട്ടിലാണ് റസൂലുള്ളാഹി ഇറങ്ങിയത്. കുൽസും ഇബ്നു ഹിദമിന്റെ വീട്ടിലാണ് റസൂലുള്ളാഹി ഇറങ്ങിയത്. അവരെല്ലാം ബനു അംർ ഇബ്നു ഔഫിന്റെ ഗോത്രക്കാരാണ്. ബനു അംർ ഇബ്നു ഔഫ് മഹാഗോത്രം അൻസാറുകളിൽ. എന്താ അവരുടെ പ്രത്യേകത? മുഹാജിറുകളെ സ്വീകരിക്കുന്ന വീടുകൾ, അവരുടെ വീടിന്റെ വാതിലുകൾ മുഹാജിറുകൾക്ക് വേണ്ടി തുറക്കപ്പെട്ടത്. സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലാണ് റസൂൽ കുൽസും ഇബ്നു ഹിദമിന്റെ വീട്ടിൽ. റസൂൽ എത്തിയിട്ടില്ല, എത്തുന്നതിന് മുമ്പാണ് ഈ ചർച്ച. റസൂൽ വന്നു കഴിഞ്ഞ ശേഷം വിശ്രമിക്കൽ അവിടെയായിരുന്നു. എവിടെ? കുൽസും ഇബ്നു ഹിദമിന്റെ വീട്ടിലായിരുന്നു വിശ്രമിക്കൽ. കുൽസും ഇബ്നു ഹിദമിന്റെ വീട്ടിൽ വിശ്രമിക്കുന്നതായ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്യാൻ വേണ്ടി, ക്ലാസ് എടുക്കാൻ വേണ്ടി, ദീൻ പഠിപ്പിക്കാൻ വേണ്ടി, വഹി പഠിപ്പിക്കാൻ വേണ്ടി വേറെ ആരുണ്ടായിരുന്നത്? ആരുടെ വീട്ടിലേക്കായിരുന്നു? യുവാക്കളാകുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരാകുന്ന മുഹാജിറുകളാകുന്ന സഹാബാക്കൾ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുന്നതായ സഅദ് ഇബ്നു ഖൈസമന്റെ വീട്ടിലാണ്. ആരുടെ വീട്ടിൽ? സഅദ് ഇബ്നു ഖൈസമന്റെ വീട്ടിൽ. അപ്പോൾ മദീനയിലേക്ക് റസൂൽ ഹിജ്റ വരുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്തിനാണ്? നമ്മുടെ സബ്ജക്ട് ഫാമിലി ക്ലാസ്സിൽ ഈ കുറെ ആഴ്ചകളായിട്ട് ചർച്ച ചെയ്തു വരുന്നത് ആരാണ് അൻസാറുകൾ എന്നതാണ്. അൻസാറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അൻസാറുകളുടെ നേതൃത്വങ്ങളെ കുറിച്ച് പഠിക്കേണ്ടി വരുന്നു. അൻസാറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അൻസാറുകൾ എങ്ങനെ അൻസാറുകളായി എന്നത് പഠിക്കേണ്ടി വരുന്നു. അൻസാറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അൻസാറുകളായ ശേഷം അവരിലുണ്ടായ പരിവർത്തനം എന്തൊക്കെയായിരുന്നു എന്ന് പഠിക്കേണ്ടി വരുന്നു. അതെ, അൻസാറുകളെ റസൂലുള്ളാഹി ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിച്ച് പ്രഖ്യാപിക്കപ്പെട്ടു. ഖുർആനിലൂടെ അവർ അള്ളാഹു ആദരിച്ചു. ഈ ആദരണീയത കിട്ടിയല്ലോ, സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, ഇനി നമ്മൾക്ക് എന്തും കാട്ടാമല്ലോ എന്ന് വെച്ചോ? ഇല്ല. ആ അർഹത നമുക്ക് ലഭിച്ചത് ഈ ദൂതർ കൊണ്ടുവന്ന മതത്തിലൂടെയാണ്. അതുകൊണ്ട് ആ മതത്തെ പരിപൂർണമായി നടപ്പാക്കിയാലേ തീരൂ. ആ മതത്തിനെ ഇറക്കിയ റബ്ബിനെ പ്രീതിപ്പെടുത്തിയാലേ തീരൂ എന്ന നിർബന്ധം അവർക്കുണ്ടായി. അതുകൊണ്ട് എവിടെയും അൻസാറുകൾ മുൻപന്തിയിൽ, പോരാട്ടത്തിൽ മുൻപന്തിയിൽ, മത്സരങ്ങളിൽ മുൻപന്തിയിൽ, പോർക്കളത്തിൽ മുൻപന്തിയിൽ, ഏത് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നതിൽ എല്ലായിടങ്ങളിലും അവര് മത്സരിക്കാൻ ആരംഭിച്ചു. അതാണ് നാം കണ്ടത്. ഈ ഉഹദ് പോർക്കളം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പോർക്കളം, ആ പോർക്കളത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ദൂതരിലേക്ക് വരുന്ന അമ്പുകളെ സ്വീകരിച്ചുകൊണ്ട് ഒരേ ട്രിപ്പിൽ എത്ര പേരാണ് താഴെ നിലം പതിച്ചത്? 6 or 7 പേര്. ആ 7 പേരും ആരായിരുന്നു? 7 പേരും അൻസാറുകളായിരുന്നു. 7 പേരും ആരായിരുന്നു? അൻസാറുകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് വന്നിറങ്ങുന്ന മുഹാജിറുകളുടെ എണ്ണം ഏകദേശം 40ഓളമായി മാറി എന്നാണ്. പിന്നെ 40ഓളമായി വർദ്ധിച്ചു എന്നാണ്. പിന്നെ ഖുബാ പള്ളി കെട്ടുമ്പോൾ അതിൽ ആര് പങ്കാളികളായി എന്ന് പിന്നെ ചോദിക്കേണ്ടതില്ല. മുൻപന്തിയിൽ ആരുണ്ടാകും? നാട്ടുകാരുണ്ടാകും. നാട്ടുകാർ അൻസാരികളല്ലേ. വിദേശികളെ കുറിച്ച് പറയേണ്ടതില്ല. അവർ സഹകരിക്കുമെങ്കിലും അവരുടെ കഴിവ് നാട്ടുകാരെ പോലെയല്ലല്ലോ. നാം ഇപ്പോൾ ഹാജിമാര് വരുമ്പോൾ ഹാജിമാരെ നമുക്ക് സ്വീകരിക്കാം, എന്തും ചെയ്യാം, നാം ഇവിടെ സ്ഥിര താമസിക്കുന്ന ആളായതുകൊണ്ട്. പക്ഷെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ സ്പൂൺ ഉണ്ടെങ്കിൽ പാത്രം ഉണ്ടാവില്ല, പാത്രം ഉണ്ടെങ്കിൽ സ്പൂൺ ഉണ്ടാവില്ല, എല്ലാം പരിപൂർണമായി കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അവർ യാത്രക്കാരാണ്. അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും, നാട്ടുകാരെ. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. അതുപോലെ തന്നെയാണ്
അൻസാറുകൾ മുഹാജിറുകൾ അൻസാറുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആപേക്ഷികമായിട്ട് മുഹാജിറുകൾ നാടും വീടും വിട്ട് മക്കയിൽ നിന്നിട്ട് വിശ്വാസത്തെ, ആദർശത്തെ, ഏകദൈവ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വരുന്നവരും വന്നവരുമാണ്. അൻസാറുകൾ ആ മഹാത്മാക്കളെ സ്വീകരിച്ചവരും ആണ് എന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് അവർക്ക് അൻസാറുകൾ, സഹായികൾ എന്ന പേര് തന്നെ നൽകപ്പെട്ടത് എന്നത് നാം പറഞ്ഞുകൊണ്ടുവരുന്നുണ്ട്. ഇനിയും ആ വിഷയം വിശദീകരിച്ച് ധാരാളം അതിൽ ഉൾക്കൊള്ളുന്ന വിശാലമായ ഹിസ്റ്ററികൾ നമുക്ക് പഠിക്കേണ്ടതുമുണ്ട്, പറയേണ്ടതുമുണ്ട് ഈ ഫാമിലി ക്ലാസ്സിൽ. അല്ലാഹു തന്നെ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, മസ്ജിദ് ഖുബ നിർമ്മിച്ച ശേഷം ഹാജിമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇന്നലെ രാത്രി വരേക്കും ഒരു ഹാജിയാർ ചോദിച്ചു, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇന്നലെ രാത്രി ക്ലാസ്സിൽ പങ്കെടുത്തവർ കേട്ട് കാണും, ഞാൻ ആരെയും അവഗണിക്കല്ല, നിങ്ങൾക്ക് അല്ലാഹ് ചെയ്ത അനുഗ്രഹം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് പറയൽ നിർബന്ധമാണ് എന്നതുകൊണ്ട് ഞാൻ പറയുന്നു. പണ്ഡിതന്മാർ നമ്മുടെ ഹജ്ജ് ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് അവര് പല കാര്യങ്ങൾ കോട്ട് ചെയ്യുന്ന നിങ്ങൾ കണ്ടു അല്ലേ? പല കാര്യങ്ങൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനഃപ്പാഠമാക്കിയ കാര്യങ്ങളാണ് അവർ എഴുതുന്നതും അവർ ചോദിക്കുന്നതും. അല്ല, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടല്ലോ. നിങ്ങൾ എന്നിട്ട് എത്ര പേര് ഇന്നലത്തെ രാത്രിത്തെ ക്ലാസ്സിൽ പങ്കെടുത്തു? പണ്ഡിതന്മാർ 15ഉം 14ഉം കൊല്ലം ക്ലാസ് ഒക്കെ എടുത്ത കോളേജുകളിൽ അവരാണ് നിങ്ങൾ കണ്ടത്. എന്ത്? നാം സദസ്സിൽ പറയുന്ന കാര്യങ്ങൾ കുറിച്ചെടുക്കുന്നു, ആ ആകാംക്ഷയോടുകൂടി അത് കേൾക്കുന്നു, ആഗ്രഹത്തോടെ കേൾക്കുന്നു, ദാഹത്തോടുകൂടി കേൾക്കുന്നു. നിങ്ങൾക്ക് അല്ലാഹു തന്ന ഭാഗ്യം, നിങ്ങൾക്ക് അല്ലാഹു തന്നതായ അനുഗ്രഹം എത്രയാണ് കൂട്ടരെ! അത് നിങ്ങൾ ഗ്രഹിക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനഃപ്പാഠമാക്കിയ കാര്യമാണ് അവർ കാത് മുളച്ച ശേഷം കേൾക്കുന്നത്. നിങ്ങൾ ഇതിന് റബ്ബിന്റെ മുമ്പിൽ ടാക്സ് അടക്കേണ്ടതില്ലേ? സഹോദരിമാരും അടക്കണം, സഹോദരന്മാരും അടക്കണം. പുണ്യഭൂമിയിൽ ഇരുന്നു കൊണ്ട് എൽമ് പഠിക്കാനും അള്ളാഹുന്റെ മതം ആധികാരികതയോടുകൂടി തന്നെ ഖുർആനിലൂടെ, സുന്നത്തിലൂടെ, മദീനയിലുള്ള, ഇവിടെയുള്ള, സൗദി അറേബ്യയിലുള്ളതായ ഗ്രന്ഥങ്ങളിലൂടെ, പണ്ഡിതന്മാരിലൂടെ, ഉസ്താദന്മാരിലൂടെ പഠിക്കാനുള്ള ചാൻസുകൾ ദശവർഷങ്ങൾ ഇവിടെ ലഭിക്കുന്നു എന്നത് മഹാഭാഗ്യം. അതിന് ടാക്സ് അടക്കേണ്ടി വരും റബ്ബിന്റെ മുമ്പിൽ കൈ കെട്ടി മറുപടി പറയേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ ദിവസത്തിലും അല്ലെങ്കിൽ ഇടവിട്ടിട്ട് ഞാൻ ഹാജിമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വേദനയോടുകൂടി ക്ലാസിന്റെ സമാപനത്തിൽ പറയുന്ന ഒരു ആയത്തുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? എന്താണ് അള്ളാഹു ഹാജിമാരോട് പറയുന്ന വാക്ക്? ഹാജിമാരെ, നിങ്ങളെ ഞാൻ ലക്ഷങ്ങളോട് ഒരുമിച്ച് കൂട്ടിയതുപോലെ പരലോകത്തിൽ നിങ്ങളെ ഞാൻ അറഫയിൽ ഒരുമിച്ച് കൂട്ടിയ എനക്ക് പരലോകത്തിൽ, എന്റെ സുപ്രീം കോർട്ടിൽ, പരലോകത്തിൽ മഹാകോർട്ടിൽ ഒരുമിച്ച് കൂട്ടാൻ പറ്റും. ആ ദിവസത്തിൽ ഹജ്ജിന് വന്നിട്ട് മടങ്ങിപ്പോയ ശേഷം ഭാവി ജീവിതം എങ്ങനെ നയിച്ചു എന്നതിന് മറുപടി പറയേണ്ടി വരും എന്ന ആ ഖുർആനിലുള്ളതായ അശക്തിയായ ശൈലിയിൽ, ആ ശക്തിയായ രൂപത്തിൽ റബ്ബ് പറഞ്ഞ ശൈലി എന്റെ ക്ലാസിന്റെ സമാപനത്തിൽ ഹാജിമാരോട് പറയുന്നത് നിങ്ങൾ ദശവർഷങ്ങൾ കേൾക്കല്ലേ? ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിലൊരു പ്രാവശ്യം വരുന്ന ഹാജിമാരോട് അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിലൊരു പ്രാവശ്യം മാത്രം പുണ്യഭൂമിയിലേക്ക് വരാൻ ചാൻസ് നൽകപ്പെടുന്ന ഹാജിമാരോട്, ഹജ്ജിമാരോട് ആ ശൈലിയിൽ അല്ലാഹ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതം മുഴുവനും ഇവിടെ, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു ശതമാനം പുണ്യഭൂമിയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയവരോട് അല്ലാഹ്ക്ക് എന്താണ് പറയാനുണ്ടാവുക? അല്ലാഹ്ക്ക് എന്താണ് നിങ്ങളോട് ചോദിക്കാനുണ്ടാവുക? അല്ലാഹ് എന്തായിരിക്കും നിങ്ങളോട് പരലോകത്ത് ചോദിക്കുക? ജീവിതത്തിൽ പ്രാവശ്യം മാത്രം ഹജ്ജിന് വന്നവരോടാണ് അല്ലാഹു പറഞ്ഞത് എന്ത്? നിങ്ങൾ പഠിച്ചു പോകണം, സമ്പാദിച്ചു പോകണം, പരലോകത്തിൽ മറുപടി പറയേണ്ടി വരുമെന്നതായ ശൈലി. എന്നിരിക്കുമ്പോൾ ഇവിടെ കൊല്ലം പ്രതി താമസിക്കുന്നവരോട് എന്ത് പറയാനുണ്ടാവും? അല്ലാഹ്ക്ക് മറുപടി പറയാൻ ഒരുങ്ങി നിൽക്കണം. അതെന്തിലൂടെയാണ്? ഒന്നാമതായി ഈ നാട്ടിൽ ഉള്ള വിജ്ഞാന സദസ്സിലൂടെ, ഈ നാട്ടിലിറങ്ങിയ വിശ്വാസം, ആദർശം, തൗഹീദ്, വിജ്ഞാനം ഉൾക്കൊള്ളാൻ വേണ്ടി പാടുപെടുക, കിട്ടുന്ന ചാൻസുകൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുക. സിഡിയിലൂടെ, ഓഡിയോയിലൂടെ, ഇന്റർനെറ്റിലൂടെ, അല്ലെങ്കിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ സാധിക്കുന്നുണ്ട്, അതിലൂടെ എല്ലാം സമ്പാദിക്കാൻ വേണ്ടി വിജ്ഞാന സമ്പാദ്യം ഇതേ നമ്മുടെ കൂടെ ശേഷിക്കുകയുള്ളൂ. ഭൗതിക സമ്പാദ്യം നേടിയാൽ തന്നെ അത് ഉപയോഗപ്രദമായിക്കൊള്ളണമെന്നില്ല. നാളെ ഉപയോഗിച്ചിട്ട് അനന്തരവാസികൾക്ക് വിട്ടുപോകേണ്ടി വരും. നമ്മുടെ കൂടെ ഉണ്ടാവൽ നാം ചെയ്ത, സമ്പാദിച്ച ഈ വിജ്ഞാന സമ്പാദ്യവും അതുകൊണ്ട് അമൽ ചെയ്യുന്ന അമലുകളും മാത്രമാണ്. സഹബാക്കൾ, അൻസാറുകൾ അതുകൊണ്ട് അമൽ ചെയ്തു. അവർ മനസ്സിലാക്കിയില്ല, ഞങ്ങൾ അൻസാറുകളായില്ലേ, ഖുർആനിൽ അല്ലാഹു അൻസാറുകൾ എന്ന് ബഹുമാനിച്ചില്ലേ, സർട്ടിഫിക്കറ്റ് തന്നില്ലേ, പോരെ എന്ന് പറഞ്ഞ് പൂട്ടിവെച്ചില്ല. മറിച്ച് അൻസാറുകളായതോടുകൂടി അവര് റബ്ബിന്റെ മുമ്പിൽ പ്രവർത്തനത്തിലൂടെ അള്ളാഹനെ പ്രീതിപ്പെടുത്താൻ പാടുപെട്ടു, കഷ്ടപ്പെട്ടു. കരട് മുറിച്ചു കൊടുത്തു, കഴുത്ത് മുറിച്ചു കൊടുത്തു, ശരീരത്തെ ആഹൂതി ചെയ്തു പോർക്കളങ്ങളിൽ. സുബ്ഹാനല്ലാഹ്.
സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ മുഹാജിറുകൾ വരുമ്പോൾ മദീനയുടെ കവാടം അവർക്ക് തുറന്നു വെക്കുന്നതിന് മുമ്പായിട്ട് അൻസാറുകളാണ് അവരുടെ വീട്ടിന്റെ കവാടം മുഹാജിറുകൾക്കും അവരുടെയും നമ്മുടെയും ലോക മുസ്ലിങ്ങളുടെയും നേതാവായ നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും തുറന്നു വെച്ചത്. ഞാൻ വരുന്ന കാലഘട്ടത്തിൽ വരേക്കും കുൽസും ഇബ്നു ഹിദ്മിന്റെ വീടുണ്ടായിരുന്ന സ്ഥലം കാണാമായിരുന്നു. അതേ പഴയ ആകൃതിയിൽ ഏകദേശം 37ഓളം വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദ് ഖുബ ഈ രൂപത്തിൽ, നാം ഈ കാണുന്ന രൂപത്തിൽ വിശാലമായി കെട്ടുന്നതിന് മുമ്പ് അതെവിടെയാണിപ്പോൾ? മസ്ജിദ് ഖുബയുടെ അകത്ത് ഖിബിലയുടെ ഭാഗത്താണ് കുൽസും ഇബ്നു ഹിദ്മിന്റെ വീട്. ആ വീട്ടിലാണ് റസൂൽ ആദ്യമായിട്ട് വിശ്രമിച്ചതും ഇറങ്ങിയതും മദീനയിൽ വന്നപ്പോൾ. മനസ്സിലായില്ലേ? അത് ബനു അംർ ഇബ്നു ഔഫിന്റെ നാടാണ്, അവരുടെ വീടാണ്. ആ ബനു അംർ ഇബ്നു ഔഫിന്റെ കുടുംബ മെമ്പറിൽ ഒരാളാണ് ആര്? സഅദ് ഇബ്നു ഖൈസമ. സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധം വന്നപ്പോൾ മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അൽ ഇസാബ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചിട്ടുമുണ്ട്. സഹീഹാണ് സംഭവം എന്നതാണ് മനസ്സിലാക്കിയത്. സഅദ് അവിടെ നരക്കെടുക്കേണ്ടി വന്നു. സഅദ് പോകണമോ വാപ്പ പോകണമോ? ഖൈസമ പോകണമോ സഅദ് പോകണമോ? ആരാണ് പോകേണ്ടതെന്ന്? നിരക്കിൽ വന്നത് സഅദിന്റെ പേരാണ്. വാപ്പ പറഞ്ഞു, മകനെ എനിക്ക് വേണ്ടി തന്നേക്ക്, ഞാൻ പോകട്ടെ. ആ നിരക്ക് നിന്റെ പേരിലാണെങ്കിലും ഞാൻ പോകട്ടെ നിനക്ക് പകരം. എന്താ മറുപടി കിട്ടിയത്? വാപ്പ, പ്രശ്നം ഇത് സ്വർഗമാണ്. നിങ്ങൾക്കൊക്കെ സ്വർഗം കിട്ടാൻ വേറെയും ചാൻസ് കിട്ടും. ഇത് എനിക്ക് സ്വർഗം കിട്ടാനുള്ള ഒരു ചാൻസ് ലഭിച്ചതാണ്. ഇത് ഞാനൊരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞു. ബദറിൽ പോയി ഷഹീദായ ആളാണ് സഅദ് ഇബ്നു ഖൈസമ. ഉഹദ് യുദ്ധം വന്നപ്പോൾ വാപ്പയും പോയി ഉഹദ് പോർക്കളത്തിൽ ഷഹീദായി. ആര്? ഖൈസമ. വാപ്പയും ഉഹദ് പോർക്കളത്തിൽ പോയി ഷഹീദായി. കുടുംബം, അതെ ഞാൻ പറഞ്ഞല്ലോ, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൂഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. നല്ല കുടുംബത്തിൽ ജനിക്കുന്ന ആൾ നല്ല ആളാവണം. അതെ, നല്ല കുടുംബത്തിൽ ജനിക്കുന്നവർ നല്ലവരാവണം എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതേ തത്വമാണ് നാം ഈ അൻസാരി കുടുംബത്തിൽ കാണുന്നത്. ഓരോ വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ എനക്കും രോമാഞ്ചമുണ്ടാകുന്നു, നിങ്ങൾക്കും രോമാഞ്ചമുണ്ടാകുന്നു. അതാണ് അൻസാരികൾ. അതെ, എന്തുകൊണ്ട്? അവർ ആത്മാർത്ഥതയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പേര് കേൾക്കുമ്പോഴും അവരുടെ ഹിസ്റ്ററി കേൾക്കുമ്പോഴും നമുക്ക് രോമാഞ്ചമുണ്ടാകുന്നത്. അവർക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നു. ആ ആത്മാർത്ഥത ഉണ്ടായത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിച്ചു, ബഹുമാനിച്ചു. അതുകൊണ്ട് അൻസാറുകളിൽപ്പെട്ട മറ്റൊരു വ്യക്തിയായ റസൂലുള്ളാഹിന്റെ കവിയായ ഹസ്സാൻ ജല്ലിയതായിട്ട് സഅദ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇബ്നു ഇസ്ഹാഖും അവർക്ക് ശേഷം ഇബ്നു ഹിഷാമും രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. അറൂനി സുഊദൻ കസ്സൂദി അല്ലതി സമത ബിമക്കത മിൻ ഔലാദി അംർ ഇബ്നു ആമിരി. ബനു അംർ ഇബ്നു ഔഫ് ഗോത്രക്കാരുടെ കുടുംബക്കാർ ലോകത്തിന് സമർപ്പിച്ച സഅദുകളെ പോലത്തെ സഅദുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? അതെ, നല്ല ചോദ്യമാണ്. അഖാമു ഇമാദദ്ദീനി ഹത്താ തമക്കനത് ഖവാഇദുഹു ബിൽ മുർഹഫാത്തിൽ ബവാതിരി. ദീനിന്റെ ഖവാഇദുകൾ അവരാണ് ഇവിടെ സ്ഥാപിച്ചത്. ദീനിന്റെ തൂണുകൾ അവരാണ് ഇവിടെ മദീനയിൽ സ്ഥാപിച്ചത്. ആരെക്കുറിച്ചാണ് റസൂലിന്റെ കവി പാടുന്നത്? സഅദന്മാരെ കുറിച്ച്. അതിൽപ്പെട്ട ഒരു സഅദാണ് നിങ്ങൾ ഈ കേട്ട സഅദ് ഇബ്നു ഖൈസമ. മറ്റൊരു സഅദാണ് സഅദ് ഇബ്നു, എത്ര സഅദന്മാർ വേറെയുമുണ്ട് റസൂലുമായിട്ട് ബൈഅത്ത് ചെയ്ത ഈ സഅദ്. അവിടെ വെച്ചിട്ട്, എവിടെ? മിനയിൽ വെച്ചിട്ട് റസൂലുമായി ഉടമ്പടി നൽകിയിട്ട് ബൈഅത്ത് നൽകി, റസൂലുമായി മുബായ നൽകിയിട്ട് അവിടെ നിന്ന് റസൂല് 12 ആരെ സെലക്ട് ചെയ്തു? അറബിയിൽ
12 നുഖബ. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്റ്റാറന്മാരാകുമ്പോൾ പ്രത്യേക ഒരു ഗ്രേഡിന്റെ പേരാണ് ഇപ്പോൾ എന്ത് അറബി ഭാഷയിൽ നഖീബ്. നിങ്ങൾക്കറിയാം, നഖീബ് പ്രത്യേക ഗ്രേഡിന്റെ പേരാണ്. അത് നേതൃത്വങ്ങൾക്ക് നൽകപ്പെടുന്ന, ഉത്തരവാദിത്തം ഏറ്റെടുത്തവർക്ക് നൽകപ്പെടുന്ന അറബി പഴയ പേര് തന്നെയാണ്. അതുകൊണ്ടാണ് അവരുടെ പേര് നുഖബ. അപ്പോൾ റസൂലുമായി ബൈഅത്ത് ചെയ്തവരിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നവരാണ് നുഖബാകൾ. ആ നുഖബാകളിൽ നിന്നിട്ടൊരു വ്യക്തിയാണ് സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു തആല അൻഹു. മദീനയിലുള്ള അൻസാറുകളുടെ പ്രശ്നം, മുഹാജിറുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കയ്യാളാൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, റസൂല് വരുമ്പോൾ മദീനയാക്കി മാറ്റാൻ. നിങ്ങൾ കേട്ടില്ലേ ബുഖാരിയിലുള്ള ഹദീസിലൂടെ ഞാൻ അല്പം മുമ്പ് പറഞ്ഞു, റസൂല് ഖുബയിൽ നിന്നിട്ട് പുറപ്പെട്ടു മദീനയിലേക്ക് എത്തുന്നത് വരെയുള്ള വീടുകളുടെ മീതെ കുട്ടികളിരുന്നു കൊണ്ട് യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറയുന്ന മദീനക്കാരെ വാർത്തെടുക്കാൻ ആർക്ക് സാധിച്ചു? ഈ അൻസാറുകളുടെ നേതൃത്വങ്ങൾക്കും മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തുടക്കത്തിലും സാധിച്ചു എന്നതാണ് നാം കേട്ടുവരുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ ഈ വിഷയം പുതുമയോടെ നിങ്ങൾ ഹാജിമാർക്ക് പറഞ്ഞു കൊടുക്കണം. അതെന്താണ്? ഇന്നലെ രാത്രി ചോദിച്ചല്ലോ, മസ്ജിദ് ഖുബയിൽ നമസ്കരിച്ചാലുള്ള കൂലിയെ കുറിച്ച് ഹാജിമാർ. നിങ്ങൾ എന്നിട്ട് പലരും കേൾക്കാൻ അവിടെ സന്നിധരായിരുന്നു എന്നതുകൊണ്ടാണ് അത് പറയുന്നത്. ഇത് മസ്ജിദ് ഖുബയിൽ നമസ്കരിച്ചാൽ എന്ത് കൂലിയുണ്ട്? ഉംറയുടെ കൂലിയുണ്ട് എന്ന്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ചിലപ്പോൾ ഹാജിമാർക്ക് എന്താ ഉംറയുടെ കൂലി എന്നൊക്കെ പറഞ്ഞാൽ, കൂലി വേറെ ഉംറ വേറെ. ഒരാൾ ഉംറ ചെയ്യാൻ വിചാരിച്ചാൽ, ഉംറ ചെയ്യാൻ നിർബന്ധമാണെങ്കിൽ നിർബന്ധ ഉംറ, അത് കൂലി കിട്ടുന്നത് ചെയ്താൽ പോരാ, പിന്നെയോ ഉംറ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ നേർച്ചയാക്കിയാലോ ഉംറ തന്നെ ചെയ്യണം. റമദാനിൽ റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി കിട്ടണമെങ്കിൽ അതെന്ത് വേണം? റമദാനിൽ സ്വയം തന്നെ പോയിട്ട് ഉംറ ചെയ്യണ വേണം. അപ്പോൾ പോയി ഉംറ ചെയ്യും പോലെയല്ല ഉംറ ചെയ്ത കൂലി കിട്ടൽ. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു രസം പറയാറുണ്ട്. എന്ത്? ഗുളിക, ഒരു ഡോക്ടർ വന്നിട്ട് ഗുളിക, വിറ്റാമിനാണ്, തന്നിട്ട് പറഞ്ഞു, ഒരു 10 ദിവസം നിങ്ങൾ ബിരിയാണിയും നല്ല നല്ല പോഷകാംശങ്ങളുള്ള ഭക്ഷണം തിന്നുന്നതിന് പകരമാണ് ഈ ഗുളിക എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് ബിരിയാണി തിന്ന ആസ്വാദനം ഗുളികയിൽ കിട്ടൂലല്ലോ. പിന്നെന്താണ് കിട്ടുക? ആ പോഷകാംശങ്ങൾ അതിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്നല്ലാതെ ബിരിയാണി തിന്നതുപോലെ പള്ളട്ടയാണെങ്കിൽ ബിരിയാണി തിന്നണം എന്നതുപോലെയാണ് ഉംറന്റെ കൂലി വേറെ, ഉംറ വേറെ. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ബാധ്യത നിർവഹിക്കൂല എന്നർത്ഥം. പിന്നെ പള്ളിയിൽ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നമസ്കരിച്ച കൂലി പുറത്ത് നിസ്കരിച്ചാൽ കിട്ടുമെന്ന് ധാരാളം ചോദ്യങ്ങൾ ദൈനംദിനം ചോദിക്കുന്ന ചോദ്യമാണ്. ഏത് ക്ലാസ്സിന് പോയാലും ആ ചോദ്യമുണ്ട്, അല്ലേ? മക്കത്തും അങ്ങനെ തന്നെ ആ ചോദ്യങ്ങൾ ചോദിക്കപ്പെടാറുണ്ട്. അതിനെന്താ മറുപടി? ഒരാൾ മറുപടി പറഞ്ഞാട്ടെ. വിദ്യാർത്ഥികളല്ലാത്തവർ സഫത്ത് അടുത്തടുത്തായാലും കൂലി കിട്ടുമെന്നാണ് പള്ളിന്റെ. ഫുള്ളായാല് പള്ളി നിറഞ്ഞിട്ട് ഉള്ളിസ്കരിച്ച് കൂലി കിട്ടുമെന്നാ. അങ്ങനെയാണോ ഞാൻ സാധാരണ ഹാജിമാരോട് മറുപടി പറയാറുള്ളത്? അങ്ങനെയാണോ? ഏതായാലും ശരിയായ ക്ലിയറായ മറുപടി പഠിച്ചു വെച്ചോളീൻ. ചില ആൾക്കാരൊക്കെ മറുപടി പറഞ്ഞതിൽ മറുപടിയോട് അടുത്തിട്ടുണ്ട്, പരിപൂർണമായിട്ടില്ല. പള്ളിയായി സ്ഥാപിച്ച കെട്ടിടത്തിന്റെ അകത്ത് നിസ്കരിച്ചാലല്ലാതെ 1000-ൽ പരം എന്ന് റസൂല് പറഞ്ഞതോ 1,00,000-ൽ പരം എന്ന് റസൂല് മക്കയെ കുറിച്ച് പറഞ്ഞതോ കിട്ടൂല. 1000-ൽ പരം എന്ന് പറഞ്ഞതോ 1,00,000-ൽ പരം എന്ന് പറഞ്ഞതോ കിട്ടൂല. തെളിവടിസ്ഥാനത്തിൽ കിട്ടൂല. തെളിവടിസ്ഥാനത്തിൽ കിട്ടൂല. കാരണം കിതാബിൽ ഇല്ലാത്ത നമ്മൾക്ക് പറയാൻ പറ്റൂലല്ലോ. പള്ളിയിൽ നിസ്കരിക്കാനാണ് റസൂല് പറഞ്ഞത്. അതുകൊണ്ട് ഏത് മീത് നിസ്കരിക്കാൻ പറ്റും. പള്ളിയായി കെട്ടപ്പെട്ട, പള്ളിയുടെ അണ്ടറിൽപ്പെട്ട ആ സ്ഥലത്ത് നിസ്കരിക്കണം. പള്ളിയുടെ പുറത്താണെങ്കിൽ പരലോകത്തെത്തിയാൽ അറിയാം കിട്ടുന്നത് എത്ര ശതമാനമാണ്. ഒരു പക്ഷേ 1000-ൽ പരം തന്നെ കിട്ടും. കാരണം അള്ളാഹ്ക്ക് അറിയില്ല അയാൾ എന്താ പിന്തിയത് എന്ന്, നമ്മൾക്ക് അറിയില്ലല്ലോ. ഈ പിന്തുന്ന ആള് പലർക്കും പല കാരണമാണ്. ചില ആൾക്കാർ കരുതി കൂട്ടി മടിയനായതുകൊണ്ട് പിന്തിയതാണ്.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് പിന്നെ ഫുള്ള് കൊടുക്കാൻ പറ്റൂലല്ലോ. ചില ആള് നോക്കുന്ന ഫിലിം പൂർത്തിയാട്ടെന്ന് വിചാരിച്ചിട്ട് പിന്തിയതാണ് 2 റക്അത്ത്. നിങ്ങളെ കുറിച്ചല്ല കേട്ടോ, അങ്ങനെ ഉണ്ടാവില്ല മനുഷ്യന്മാർ. ചില ആൾക്കാര് ഈ മസ്ജിദുൽ ഹറാമിന്റെ മസ്ജിദുൽ നബവിയുടെ ഒക്കെ ഈ ഒതു പിടിക്കുന്ന സ്ഥലത്ത് കാണാറുണ്ട് ചില ആൾക്കാർ. എന്ത് ഈ ഖാമത്ത് വിളിച്ച ശേഷം ആ സിഗരറ്റ് പൂർത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ പാടുപെടാ, അത് നഷ്ടപ്പെട്ടു പോരുതെന്ന്. എന്നിട്ട് അവസാനത്തെ മരണവലിയുണ്ടോ ഇത് വലിക്കുന്നത്, ആ വലി വലിച്ചെറിഞ്ഞതിന് ശേഷമാണ് പിന്നെ മൂപ്പര് എന്ത് ചെയ്യാ, ഒതു പിടിക്കാൻ പോവാ. ആ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഖാമത്ത് വിളിച്ചെന്നുള്ള തോന്നല്, അതിനുള്ള പ്രാധാന്യം മൂപ്പരെടുക്കല് ആ സൈസ് ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഭൗതിക ചിന്തയുമായി ജീവിക്കുന്ന ആൾക്കാർക്കൊന്നും നമ്മൾ പൊതുവിധി പറയാൻ പറ്റൂല. നിങ്ങൾ പുറത്ത് നിസ്കരിച്ചോളി, സഫത്തിയാ മതി, സഫോടുക്കത്തിയ ഞങ്ങൾ കൂലി കിട്ടി എന്ന് പറയാൻ പറ്റില്ല. ആരാ പറഞ്ഞ് സഫത്തിയ കൂലി കിട്ടിയെന്ന്? സഫത്തിയാൽ സഫോടോ ടച്ചായാൽ കൂലി ഇത് എന്താ കിട്ടുക? ജമാഅത്തിന്റെ കൂലി കിട്ടും, ജമാഅത്തിന്റെ കൂലി കിട്ടും, ജമാഅത്തിന്റെ കൂലി കിട്ടും എന്നല്ലാതെ 1000-ൽ പരം എന്ന് പറഞ്ഞത് കിട്ടൂല. 1000-ൽ പരം 1,00,000-ൽ പരം കിട്ടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയാണ് എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥലത്തായിരിക്കണം. ഈ പറഞ്ഞതിനൊക്കെ എതിരാണ് നവവി ഇമാം. നവവി ഇമാമിന്റെ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാളും ബേജാറാവും. നവവി ഇമാം പറയുന്നത് റസൂലുള്ള കെട്ടിയ പള്ളിയാകുന്ന ആദ്യത്തെ ഒറിജിനൽ പള്ളിയിലല്ലാതെ 1000-ൽ പരം കിട്ടൂല എന്നാണ് നവവി ഇമാമിന്റെ അഭിപ്രായമാണ്. പക്ഷെ ബഹുഭൂരിപക്ഷം അതിനെ അനുകൂലിക്കുന്നില്ല. മുസ്ലിം പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം നവവി ഇമാമിന്റെ അഭിപ്രായത്തിന് അനുകൂലിക്കുന്നില്ല. കേട്ടില്ലേ? സഹോദരന്മാരെ, സഹോദരികളെ, ഇതൊക്കെ ഹാജിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അതിന് ഹദീസുണ്ടോ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിക്കപ്പെട്ടു. ഹദീസുണ്ട്. ഖുബാ പള്ളിയുടെ മെഹ്റാബിന്റെ മീതെ എഴുതി വെച്ചിട്ടുണ്ട് ഹദീസ്. ഖുബാ പള്ളിയുടെ പുറത്തും എഴുതി വെച്ചിട്ടുണ്ട് ഹദീസ്. മൻ തതഹറ ഫീ ബൈതിഹി, ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒതു പിടിക്കുകയും സുമ്മ അതാ മസ്ജിദ് ഖുബാ, എന്നിട്ട് ഖുബാ പള്ളിയിലേക്ക് വരികയും ഫസല്ലാ ഫീഹി റകഅതൈൻ, അവിടെ വെച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ കാന കഅജ്രി ഉംറ, അവന് ഉംറയുടെ പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. ഹദീസ് സഹീഹാണ്, ഇസ്നാദും സഹീഹാണ്, മത്നും സഹീഹാണ്, എല്ലാം സഹീഹാണ്. അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. അതെ സഹോദരന്മാരെ, സഹോദരികളെ, നാം എവിടെയായിരുന്നു? അൻസാറുകളുടെ കൂടിയായിരുന്നു. ഇവിടെ ടൈം അവസാനിക്കണം അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു, ബിലാൽ, അബൂബക്കറിന്റെ ബിലാലും ആമിർ ഇബ്നു ഫുഹൈറയും അബൂബക്കറിന്റെ മൗലകളാണ് അല്ലെ? അറിയില്ല നിങ്ങൾക്ക്? മറന്നിട്ടില്ലല്ലോ? 10-12 കൊല്ലം മുമ്പ്, 12 കൊല്ലം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ് അവിടെ. എന്ത്? ബിലാൽ ആരുടെ മൗലയാണ്? ആരാണ് ബിലാലിന് സ്വാതന്ത്ര്യം നൽകിയത്? ബിലാൽ അടിമയായിരുന്നു. ഉമയ്യത്ത് ഇബ്നു ഖലഫിൽ നിന്നിട്ട് വിലക്ക് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകിയ ആളാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അതുകൊണ്ട് ബിലാൽ ആരുടെ മൗലയാണ്? ബിലാലിനെ കുറിച്ച് എന്താ പറയുക? മൗല അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖിന്റെ മൗലയാണ്. അതുകൊണ്ട് തന്നെ ബിലാലും പിന്നെ അബൂബക്കർ സിദ്ദീഖ് റസൂലും അബൂബക്കറും ഹിജ്റ വന്നപ്പോൾ 2 അബ്ദുല്ലാഹി ഇബ്നു അരീക്കത്ത് അവിടെ ഇരുന്നോട്ടെ, അദ്ദേഹം വഴികാട്ടിയാണ്, മുസ്ലിമാണ്. ആമിർ ഇബ്നു ഫുഹൈറ ആരാണ്? ആട്ടിനെ മേയിച്ച് റസൂലുള്ളാഹിക്കും അബൂബക്കറിനും പാലൂട്ടാൻ വേണ്ടിയും, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ ചാരവൃത്തി നടത്തിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് മക്കയിലുള്ളതായ വാർത്തകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്ന വഴിയിലുള്ളതായ കാൽപതഞ്ഞതായ അടയാളങ്ങൾ മായ്ക്കാനും, കാൽപതഞ്ഞതായ അടയാളങ്ങൾ മായ്ക്കാനും, എന്തിലൂടെ? ആട് മേയ്ക്കലിലൂടെ, ആടുകളെ അതിന്റെ മീതെ നടത്തലിലൂടെ. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയായിരുന്നു? ആമിർ ഇബ്നു ഫുഹൈറയുടെ ഡ്യൂട്ടിയായിരുന്നു. അതാരാണ്? മൗല അബൂബക്കർ സിദ്ദീഖിന്റെ അടിമ, ഏതൊക്കെ ചെല്ലിയ വ്യക്തിയാണ്. ഹിജ്റയിൽ കൂടെയുണ്ട്, മഹാഭാഗ്യവാൻ മുസ്ലിമാണ്, ഹിജ്റയിൽ അവരുടെ കൂടെയുണ്ട്. ഈ 3 വ്യക്തികൾ, ബിലാലും ആമിർ ഇബ്നു ഫുഹൈറയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ഹിജ്റ വന്നപ്പോൾ ഒരു വീട്ടിലാണ് താമസിച്ചത്. എന്താ ചെയ്തത്? മദീനവാസികൾ, അൻസാറുകൾ വീട് തുറന്നു കൊടുത്തു. കല്യാണം കഴിക്കാത്തവരുടെ വീട്ടിലും, കുടുംബസഹിതം വരുന്നവർക്ക് കുടുംബസഹിതം ജീവിക്കുന്നവരുടെ വീട്ടിലും
ഏത് മദീനയിലേക്ക് വരുന്നതായ ഹിജ്റ വരുന്ന നാടും വീടും ഈ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒഴിവാക്കി വരുന്നതായ ആ മുഹാജിറുകൾ എന്നിട്ട് കല്യാണം കഴിക്കാത്തവരുടെ വീട്, കല്യാണം കഴിച്ചവർക്ക് അഥവാ കുടുംബവുമായി വരുന്നവർക്ക് കുടുംബമുള്ളവരുടെ വീട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും അതുപോലെ തന്നെ ബിലാലും ആമിർ ഇബ്നു ഫുഹൈറയും ഒരു വീട്ടിലാണ് താമസിച്ചത്. ആ വീട്ടിൽ അവർക്ക് പനി ബാധിച്ചു. ആയിഷ അവരെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും പനിയിലാണ്, വിറക്കുകയാണ്. മദീനയിൽ വന്ന ഉടനെ അവർക്കൊക്കെ എന്തുണ്ടായി? പനിയുണ്ടായി. എന്താ സംഭവം? യഥ്രിബ് മദീനയാകുന്നതിനു മുമ്പ് യഥ്രിബ് നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട് കൊടകിൽ പോയാൽ പനി ബാധിക്കുന്നു. അതുപോലെ ചില തണുപ്പ് നാടുകളിലേക്ക് പോയാൽ പ്രത്യേക രോഗങ്ങൾ ബാധിക്കാറുണ്ട് കേരളത്തിൽ. അതുപോലെ ഇവിടെ ആരെങ്കിലും വന്നാൽ പണ്ടെന്ത് ബാധിക്കും? പനി ബാധിക്കും. ആ രോഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പ്രാർത്ഥിച്ചിട്ടാ മാറിയത്. അതിനു മുമ്പായി ഈ പനി ബാധിച്ച കൂട്ടത്തിൽ ഈ 3 പേരുണ്ട്. സന്ദർശിക്കാൻ വേണ്ടി ചെന്നത് ആരായിരുന്നു? ആയിഷ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. ആയിഷ പറയുന്നു, ഞാൻ സന്ദർശിച്ചപ്പോൾ 3 പേരും പനിയിലാണ്. എന്റെ വാപ്പ പറയുന്നു, കുല്ലും റിഇൻ മുസബ്ബഹുൻ ബി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ഷിറാക്കിന അലി. മനപാടില്ലേ? വൽ മൗതു അദ്നാ മിൻ ഷിറാക്കിന അലിഹി വൽ മൗതു അദ്നാ മിൻ ഷിറാക്കിന അലിഹി കുല്ലും റിഇൻ മുസബ്ബഹുൻ ബി അഹ്ലിഹി. എല്ലാവരും കുടുംബസമേതം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. വിസയായി വന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കാശുണ്ടാകുന്ന വേളയിൽ പാലസ് കെട്ടിയിട്ടോ വില്ല കെട്ടിയിട്ടോ സുഖലോലുപരായിട്ട് ജീവിക്കുന്ന വേളയിൽ മരണം മറക്കുകയാണ്. മരിക്കേണ്ടി വരുമെന്നത് മറക്കുകയാണ്. വൽ മൗതു അദ്നാ മിൻ ശിറാകിന അലിഹി. ഓരോ മനുഷ്യൻ ധരിക്കുന്നതായ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനിലേക്ക് മരണം അടുത്തു നിൽക്കുന്നു. ഈ മരണത്തെ ചൊല്ലി പദ്യം ചെല്ലുന്നത് എന്തിനാണ്? പനി പിടിച്ചപ്പോഴാണ്. ആര്? മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അതുപോലെ തന്നെ ബിലാൽ, യാ ലൈത ശരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖുർ വജലീലു വഹൽ അരിദൻ യൗമൻ മിയാമ ജന്നതൻ വഹൽ യബ്ദുവൻ ലി ശാമത്തുൻ വതുഫൈലു. ബിലാലാണെങ്കിൽ പണ്ട് അവിടെ ജിദ്ദയുടെയും മക്കയുടെയും ഇടയിലുള്ളതായ ചില വാദികളിലും ചില വെള്ളമുള്ള നദികളിലും അതിന്റെ പരിസരത്തിലുമെല്ലാം ജീവിച്ചതായ ആ ജീവിത കാലഘട്ടത്തെ ഓർക്കുകയാണ്. ഈ പനി പിടിക്കുന്ന നാട്ടിലേക്ക് വന്നിട്ട് പ്രയാസപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്ന വാക്കുകൾ പറഞ്ഞ് മക്കയെ സ്മരിക്കുകയാണ് ഈ വിറക്കുന്ന വേളയിൽ. അള്ളാഹുവിന്റെ ദൂതരെടുക്കിലേക്ക് ഒന്നാമത് ആയിഷ ചെന്നപ്പോൾ ഇവരൊക്കെ എങ്ങനെയാ കണ്ടത്? ഇവർ അന്യപുരുഷന്മാരല്ലേ? പെട്ടെന്ന് മറുപടി പറയാം. അഹ്സൻത്, ജസാക്കല്ലാഹു ഖൈർ. നിങ്ങൾ അതന്നെയാ പറയാൻ വിചാരിച്ചത്? അയാൾ മറുപടി പറയാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. എന്താണ് സംഭവം? ഹിജാബിന് മുമ്പ്. ഹിജാബ് ആയിട്ടില്ലല്ലോ, പർദയുടെ ആയത്ത് ഇറങ്ങിയിട്ടില്ല. പർദയുടെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ് ഇവർ മദീനയില് ആയിഷ കാണാൻ പോകുന്നത് വാപ്പയുടെ റൂമിൽ തന്നെയാണ് ആരുള്ളത്? ബിലാലുള്ളത്. പിന്നെ ആരാണ്? ആമിർ ഇബ്നു ഫുഹൈറയുള്ളത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹജ്ജുമ്മമാര് ആജിമാരുടെ യാതൊരു ബന്ധമില്ലാത്തതായ അന്യ ആജിമാരുടെ കൂടെ ഒരു റൂമിൽ താമസിക്കാമോ? അതിന് നാം കൂട്ടുനിൽക്കാമോ? ഒരു ചെറിയ പർദ്ദയെങ്കിലും ഇടയിൽ വെക്കാത്ത രൂപത്തിലുള്ളതായ കിടന്നുകൊണ്ട് അവർ അഭിമാന സംരക്ഷണം ഇല്ലാത്ത രൂപത്തിലുള്ള അഴിഞ്ഞാട്ടം നാം അനുവദിച്ചു കൊടുക്കാമോ? ഒരിക്കലും അരുത്. ഇല്ല ഇല്ല ഇല്ല. പ്രത്യേകിച്ച് യുവതികൾ ഭംഗിയുള്ളവർ. ഇപ്പോൾ കാണുന്നത് നേരെ മറിച്ചാണ്. എത്ര റൂംസുകളിൽ ഇപ്പോൾ ഹജ്ജുമ്മമാര് ഒരു റൂമിൽ അന്യ പുരുഷന്മാർ, അന്യ സ്ത്രീകൾ. ആദ്യമായിട്ട് ഹജ്ജിന്റെ അമീറാകുന്ന വ്യക്തിയെ നിർബന്ധിപ്പിക്കേണ്ടത് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം വേണം, ഞങ്ങൾക്ക് ടെന്റിലാവട്ടെ റൂമിലാവട്ടെ. ഇനി അഥവാ നിർബന്ധിതാവസ്ഥയിൽ സാധിക്കുന്നില്ലെങ്കിൽ മധ്യത്തിൽ ഒരു പർദ്ദയെങ്കിലും ഉണ്ടാവട്ടെ. അന്യപുരുഷന്മാർ, അന്യ സ്ത്രീകൾ. നാം അവിടുന്നൊക്കെ വിട്ട് സ്ത്രീകൾക്ക് ഹജ്ജിന് വരുന്നതിന് നിബന്ധന തന്നെ ഇല്ല. എത്രത്തോളം ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ കൂടെ കാറിൽ കേട്ട സുഹൃത്ത് നിങ്ങളുടെ സദസ്സിലിരിക്കുകയാണ്.
കേരളത്തിൽ നിന്ന് ഒരു സഹോദരി ഭർത്താവ് മരിച്ച 3-ാം ദിവസം ഹജ്ജിന് വന്നു. ഇപ്പോൾ ഇവിടെയാണ് അവർ. എന്നിട്ട് ഇവിടെ എത്തിയതിന് ശേഷം ഫത്വ നമ്മളുടെ തലയിലും. ഞാൻ പറഞ്ഞു, എന്തിനാണ് വന്നത്? ആരാ വരാൻ പറഞ്ഞത്? ചോദിക്കേണ്ടത് ഇപ്പോഴാണോ? ചോദിക്കേണ്ടത് അവിടെ നിന്നല്ലേ? അവിടുന്ന് ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചവർ ഹജ്ജിന് വന്നിട്ടില്ല. ഇങ്ങനെ മരണം സംഭവിച്ചു കാലിക്കറ്റിൽ നിന്നിട്ട് ഫോൺ വന്നു എനിക്ക് ഏകദേശം 2-3 ആഴ്ച മുമ്പ്. ഞാനോട് പറഞ്ഞു, മത നിയമം അനുസരിച്ചിട്ട് പാടില്ല. ഖുർആന്റെ കൽപ്പനയാണ്, ഭർത്താവ് മരിച്ചാൽ എദ്ദയിരിക്കണം. ഖുർആന്റെ ശാസനയാണ്, ആ നിർബന്ധ ശാസന. അത് ഭർത്താവിനുള്ള ബാധ്യതയാണ്, ഭാര്യ നിർവഹിക്കേണ്ട ബാധ്യത. ആ ബാധ്യത നിർവഹിക്കലല്ലാതെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരാൻ പാടില്ല. പിന്നെ ഭാവിയിൽ ഹജ്ജിനുള്ളതായ സാമ്പത്തിക ശേഷിയും കഴിവും അതുപോലെ മഹറമും ഉണ്ടെങ്കിൽ വന്നോളീൻ, ഇല്ലെങ്കിൽ നിർബന്ധമില്ല അവർക്ക്. മനസ്സിലായില്ലേ? പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഫത്വ ഒരു പക്ഷെ കിട്ടി കാണൂല, അല്ലെങ്കിൽ ഫത്വയെ കുറിച്ച് അന്വേഷിച്ച് കാണൂല, പണ്ഡിതന്മാരോട് ചോദിച്ചു കാണൂല. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു? ഈ രൂപത്തിൽ പാടില്ല നാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. അമൽ ചെയ്യുമ്പോൾ അള്ളാഹനെ ദേഷ്യപ്പെടുത്താ, നാം തെറ്റ് ചെയ്തിട്ട് അള്ളാഹനെ ദേഷ്യപ്പെടുത്തുന്നത് സാധാരണ പതിവാണ്. അള്ളാഹ്ക്ക് ചെയ്യുന്ന നല്ലൊരു സാലിഹായ അമലാണ് ഹജ്ജ്. ആ അമൽ ചെയ്യുമ്പോൾ അള്ളാഹനെ ദേഷ്യപ്പെടുത്തി ചെയ്യുക, അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളുമായുള്ളതായ മിശ്രമായ റൂം താമസം, അതിനെ അറുതി വരുത്താൻ നാട്ടിൽ നിന്നിട്ട് പരിശ്രമം നടക്കണം. ഇവിടുന്ന് പരിശ്രമം നടത്തിയിട്ട് കാര്യമില്ല. നാട്ടിൽ നിന്നിട്ട് നാം അംഗീകരിക്കുന്ന ഗ്രൂപ്പ്, അംഗീകരിക്കുന്ന നേതൃത്വം, അംഗീകരിക്കുന്ന അമീർ, അവരോടാണ് എന്ത് ചെയ്യേണ്ടത്, കാലേക്കൂട്ടി പറയേണ്ടത്. ഇതുപോലെ നാം പറയാറുണ്ട്, അവിടുന്ന് വരുമ്പോൾ തന്നെ അനാചാരങ്ങൾ, തോന്നിവാസങ്ങൾ, മാലപ്പാട്ടുകൾ, അല്ലെങ്കിൽ അനിസ്ലാമികമായ നൂലാമാലകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ പുണ്യഭൂമിയിൽ വന്നിട്ട് തൗഹീദ് മാത്രം പറയേണ്ട, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട, അള്ളാഹ്ക്ക് മാത്രം തൽബിയത്ത് ചൊല്ലേണ്ട, അള്ളാഹ്ക്ക് മാത്രം നമസ്കരിക്കേണ്ട, അള്ളാഹ്ക്ക് മാത്രം ഹജ്ജ് ചെയ്യേണ്ട, അള്ളാഹ്ക്ക് മാത്രം എല്ലാം ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ കൊണ്ടുവന്ന് വന്നത് മുതൽ പോകുന്നത് വരെ ഒരു പദം പോലും ഷിട്ടികളെ സ്മരിക്കുന്നത് ഹജ്ജിലില്ല. ഞാൻ 30-ൽ പരം വർഷമായി ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരു പദം കാണിച്ചു തരും. ഒരു സൃഷ്ടികളെ, ഒരു ആചാര്യ സ്മരിക്കേണ്ട പദം 850-ൽ പരം 57ഓളം ഹദീസുകൾ സഹീഹും ലൈഫുമായ ഈ വിഷയത്തിലുണ്ട്. ഒരു പദവും കാണൂല. എത്രത്തോളം റസൂൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആ ചാടുന്ന ചാട്ടം പണ്ട് ഹാജർ അലൈഹിസ്സലാം ചാടിയ ചാട്ടമാണ്. പക്ഷെ എന്തിന് ചാടുന്നു? ഹാജർ ഉൾക്കൊണ്ട അതേ ആവേശവും ഉന്മേഷവും തൗഹീദിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്, എന്നല്ലാതെ ഹാജറിനെ സ്മരിക്കാനോ ഹാജറിന്റെ പേര് പറയാനോ അല്ല. ആ കാബം കെട്ടിയതാ ഇബ്രാഹിമിന്റെ പേര് പറഞ്ഞിട്ട് കാബത്ത് തവാഫ് ചെയ്യാൻ ഏതെങ്കിലും ഒരു മഖ്ലൂഖ് ഇതുവരെ നിങ്ങൾ പറഞ്ഞതായിട്ട് കേട്ടോ? ഇബ്രാഹിം 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 എന്നിട്ട് കാബ തവാഫ് ചെയ്യാൻ ഇല്ല. പറയുന്നതൊക്കെ അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. കല്ലെറിയുമ്പോൾ 70 കല്ലിന്റെ കൂടെ അല്ലാഹു അക്ബർ. റസൂല് 63 ഒട്ടകമർത്തപ്പോൾ അല്ലാഹു അക്ബർ. അറഫയിലേക്ക് പോകുമ്പോൾ തൽബിയത്ത്, അറഫയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ തൽബിയത്ത്, എന്നിട്ട് മിനയിൽ വന്നിട്ട് കല്ലെറിയുമ്പോൾ തക്ബീർ കഴിഞ്ഞിട്ട് വീണ്ടും മടങ്ങി പെരുന്നാൾ രാവിലെ പോകുമ്പോൾ പെരുന്നാളിന്റെ തക്ബീറാകുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ. തക്ബീറോട് തക്ബീർ, തൽബിയത്തോട് തൽബിയത്ത്. ഷിട്ടാവനെ മാത്രം സ്മരിക്കാൻ വേണ്ടി വരുന്ന ഈ യാത്രയിൽ ഷിട്ടികളെ, ഔലിയാക്കന്മാരെ, സാലിഹീങ്ങളെ, അമ്പിയാക്കന്മാരുടെ പേരുകളിൽ ഷിയാക്കളാകുന്ന റാഫിദികൾ ഇറാനിൽ ഉണ്ടാക്കിയതായ മാലകൾ കേരളത്തിൽ നിന്നിട്ട് പെറിക്കൊണ്ടുവന്ന് മിനയെ അഴുക്കാക്കാൻ, അറഫയെ അഴുക്കാക്കാൻ, മക്കയെ അഴുക്കാക്കാൻ പരിശ്രമിക്കുന്നതായ വിഭാഗം കേരളീയരെ പോലെ മറ്റുള്ളവർ ആരുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നു. അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? അത് ക്ലിയറാക്കാൻ നാം രംഗത്തിറങ്ങേണ്ടതില്ലേ? അത് പഠിപ്പിച്ചു കൊടുക്കാൻ നാം രംഗത്തിറങ്ങേണ്ടതില്ലേ? നമ്മുടെ ബാധ്യതയല്ലേ? തൗഹീദ് ഇറങ്ങിയ നാട്ടിലല്ലേ നാം ഈ തൗഹീദിന് വേണ്ടി കരളും കഴുത്തും മുറിച്ചു കൊടുത്ത സഹാബാക്കളുടെ നാട്ടിൽ ഇരുന്നിട്ട് അങ്ങനെയുള്ള അനാചാരം ചെയ്യാൻ നമ്മുടെ നാട്ടുകാരൻ നാം സമ്മതിച്ചു കൊടുക്കാനും പാടുള്ളതല്ല. കഴിവിന്റെ പരമാവധി അവരുടെ ഇടയിൽ കറങ്ങി ചെന്ന് ആ ഭാഗം പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇത് അസത്യം, ഇത് സത്യം, ഇത് പകൽ, ഇത് രാത്രി, ഇത് പ്രകാശം, ഇത് ഇരുള്, ഇങ്ങനെയുള്ള കാര്യം റസൂൽ പഠിപ്പിച്ചതുപോലെ, സഹാബാക്കൾ പഠിപ്പിച്ചതുപോലെ, ഖുർആനിലൂടെ, സുന്നത്തിലൂടെ, സലഫുസ് സാലിഹ്കളുടെ ജീവിതത്തിലൂടെ, സഹാബാക്കളുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ഇമാമുകളായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ജീവിതത്തിലൂടെ അവർ ലോകത്തിന് സമ്മാനിച്ച സംഭാവനയാകുന്ന വിധി വിലക്കുകളിലൂടെ ഈ ആജിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നത് നിങ്ങളെ ഞാൻ സാധാരണ ഉണർത്താറുള്ളത് പോലെ
ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകിച്ച് ഉണർത്തുന്നു. കാരണം ഹാജിമാരുടെ മധ്യത്തിൽ നാം അവർ നമ്മുടെ മധ്യത്തിൽ ബാധ്യത വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത് ഇത്രയും സ്ട്രോങ്ങിൽ ഞാൻ സംസാരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത അറിഞ്ഞപ്പോൾ, എന്ത് വാർത്ത? പനി പിടിച്ച വാർത്ത അറിഞ്ഞപ്പോൾ, അല്ലാഹുവേ ഈ മദീനയ്ക്ക് നീ അനുഗ്രഹിക്കണേ രക്ഷിതാവേ, ഈ മദീനവാസികൾക്കും നീ അനുഗ്രഹിക്കണേ രക്ഷിതാവേ, മക്കയിൽ അനുഗ്രഹിച്ചതിന്റെ ഡബിൾ അനുഗ്രഹിക്കണേ രക്ഷിതാവേ, മക്കയിൽ അനുഗ്രഹിച്ചതിന്റെ ഡബിൾ അനുഗ്രഹിക്കണേ രക്ഷിതാവേ. റസൂലുള്ളാഹിന്റെ വാക്ക് സഹീഹിൽ കാണാം. എന്ന് മാത്രമല്ല, ഇവിടുത്തെ മുദ്ദുലും സായിലും അഥവാ തൂക്കുന്ന സാധനമാണ്. അളക്കുന്ന സാധനത്തിന്റെ പേരാണ് മുദ്ദുലും സായിലും നീ ബർക്കത്ത് ചെയ്യണേ രക്ഷിതാവേ. എന്ന് മാത്രമല്ല രക്ഷിതാവേ, ഇവിടെയുള്ള പകർച്ചവ്യാധിയെ നീ ഇവിടുന്ന് ദൂരപ്പെടുത്തണം, ജുഹഫയിലേക്ക് കൊണ്ടുപോകണം. ജുഹഫ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇഹ്റാം കെട്ടാൻ ഇറാഖെന്നും മറ്റും വരുന്ന വിഭാഗത്തിന് വേണ്ടി റസൂൽ നിർണയിച്ചതായ ഭാഗമാണത്. യാംബു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണത്. അവിടെ ഇപ്പോൾ ഇഹ്റാമിന് വേണ്ടി അകത്തേക്ക് പോകാറില്ല, മറിച്ച് ആ ഭാഗത്ത് ഇഹ്റാം കെട്ടാൻ പോകുന്നതായ, ആ ഭാഗത്ത് നിന്ന് വരുന്നവർ ഇഹ്റാം കെട്ടുന്നതായ സ്ഥലം റാബഗാണ്. അതിന് പകരം ഏതാണ്? റാബഗാണ് അതിന് പകരം. എന്തുകൊണ്ട്? ജുഹഫ ജനവാസ കേന്ദ്രമല്ല, വെടിഞ്ഞ സ്ഥലമാണ്, ജനങ്ങൾ ചെല്ലാത്ത സ്ഥലമാണ്, പട്ടണമല്ല എന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് മാറ്റണം റബ്ബേ എന്ന് പറഞ്ഞു. പിന്നെ എന്ന് മാത്രമല്ല, റസൂലിന്റെ പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം പിന്നെ റസൂലിന്റെ പ്രഖ്യാപനം വരുന്നു, ഇവിടെ താഊന് കടക്കൂല ഖിയാമത്ത് നാളെ വരെ. താഊൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേഗ് ഈ നാട്ടിൽ കടക്കൂല. റസൂല് പറഞ്ഞത് അങ്ങനെ തന്നെ ഇന്ന് വരെ ഫിറ്റായി കണ്ടു. ചരിത്രത്തിൽ മദീനയിൽ നിന്നിട്ട് പ്ലേഗ് ഉടലെടുത്തിട്ടില്ല. മദീനയിൽ നിന്നിട്ട് ചരിത്രത്തിൽ ഇതുവരെ പ്ലേഗ് ഉടലെടുത്തിട്ടില്ല. എവിടെയെങ്കിലും പ്ലേഗ് പിടിച്ച ആഫ്രിക്കൻസ് ഇവിടെ ഹജ്ജിന് വന്നിട്ട് സംഭവിച്ചപ്പോൾ അവരെ പെട്ടെന്ന് കയറ്റിയാക്കുകയോ അവരെ ഇവിടുന്ന് പുറത്താക്കുകയോ ചെയ്ത സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ഏതോ വർഷങ്ങളിൽ സംഭവിച്ചതായിട്ട് അറിയാം, നിങ്ങൾ കേട്ടിരിക്കാം. പക്ഷേ ഇവിടുന്ന് ഉടലെടുത്തിട്ടില്ല. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഇത് മദീനയുടെ പ്രത്യേകത മാത്രമാണ്, മക്കയിൽ ഈ പ്രത്യേകതയില്ല. കാരണം ഇന്ന വർഷങ്ങളിൽ മക്കയിൽ പ്ലേഗ് രോഗം ഉണ്ടായിട്ടുണ്ട്. മക്കയെ അവഗണിക്കുകയല്ല, മക്കയ്ക്ക് ചില പ്രത്യേകതയുണ്ട്, അത് മദീനയ്ക്കില്ല. ഈ പ്രകാശം സൂര്യ ഉദിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെയാണ് മക്ക. ഏതാണ്? അള്ളാന്റെ ഭൂമി, അള്ളാന്റെ കാബമുള്ള നാട്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. തെറ്റെയ്താലോ എന്താണ് അതിനുള്ള ശിക്ഷ? അവിടെ ആരെങ്കിലും അവിടെ വെച്ചിട്ട് ഇൽഹാദ് ചെയ്താൽ, പരാക്രമം ചെയ്താൽ, അവിടെയുള്ള പവിത്രതയ്ക്ക് വിപരീതമായതായ നീക്കങ്ങൾ, ചലനങ്ങൾ ചെയ്താൽ എന്നല്ല അല്ലാഹു പറയുന്നത്. യുരിദ് എന്താ? യുരിദ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, കഠിനകഠോരമായ ശിക്ഷ നാം അവരെ ശിക്ഷിക്കും. അത് മക്കയ്ക്ക്. എവിടെയോ മൻ അറാദ ബി അഹ്ലിൽ മദീനത്തി സൂആ, ബുഖാരിയിൽ മദീനവാസികളെ കൊണ്ട് ആരെങ്കിലും ദ്രോഹം ഉദ്ദേശിച്ചാൽ, അവർ നമ്മെ ദ്രോഹിച്ചാലും നാം ദ്രോഹിക്കരുത്, നാം അതിനെ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ കോർട്ടിന് വിട്ടുകൊടുക്കുക. തൗഹീദുള്ളവരും സത്യസന്ധരുമായ മദീനവാസികളെ ഖിയാമത്ത് നാൾ വരെ നാം ദ്രോഹിക്കാതിരിക്കുവാനും മർദ്ദിക്കാതിരിക്കുവാനും പരിശ്രമിക്കണം. അത് മദീനവാസികൾ എന്ന് പറയുമ്പോൾ വിദേശത്തുനിന്ന് വന്നിട്ട് മദീനയിൽ സ്ഥിരതാമസമുള്ള വാസികളും പെട്ടു. മദീനയിൽ താമസിക്കുന്നവർക്ക് മദീനയിൽ താമസിക്കുന്നത് കൊണ്ട് അവരെ ബഹുമാനിക്കണം. മദീനയിൽ അവർ താമസിക്കുന്നത് കൊണ്ട് അവരെ ബഹുമാനിക്കണം. മനസ്സിലായില്ലേ? അതാണ് മദീനത്തിന്റെ പ്രത്യേകത. മദീനയുടെ പ്രത്യേകത, അവർ മദീനവാസികളല്ലേ, റസൂലുള്ളാഹിന്റെ നാട്ടുകാരല്ലേ, അവരെ ആദരിക്കണം. അതാണ് റസൂൽ പറയുന്നത്, വെള്ളത്തിൽ ഉപ്പിട്ടാൽ എങ്ങനെയാണ് അതിൽ അലിഞ്ഞു പോവുക, അതിൽ ഉരുകിപ്പോവുക, അതുപോലെ അവൻ ദീനിൽ നിന്നിട്ട് ഉരുകും. ദീന് മഹാപകടം. ദീനിൽ നിന്നിട്ട് അവൻ ഉരുകും, ദീൻ ഒഴിവായി പോകും അവനിൽ നിന്നിട്ട്. അതുപോലെ തന്നെ റസൂൽ പറയുന്നു, അതേ അർത്ഥം, അതെവിടെയാണ്? സഹീഹ് മുസ്ലിമിൽ
രണ്ട് പദവും നിങ്ങൾ കേട്ടു, എല്ലാം സഹീൽ, ഒന്ന് ബുഖാരിയിൽ മറ്റൊന്ന് മുസ്ലിമിൽ. ഇറാദത്ത് അവിടെയും പറഞ്ഞത് മദീനവാസികളെ, പിന്നെ മദീനവാസികൾ കാഫിരിങ്ങൾ, അവർ മുർത്തദ്ദുകൾ, അവർ മതം പഠിക്കാത്തവർ, അവർ ജന്മദിനാഘോഷം കൊണ്ടാടുന്നില്ല, അവർ മരണദിനാഘോഷം കൊണ്ടാടുന്നില്ല, അതുകൊണ്ട് പഴച്ചവർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജ് കെട്ടി ചീത്ത പറയുകയാണെങ്കിലോ പിന്നെ പറയും വേണ്ട, ചിന്തിച്ചാൽ എന്നാ പറഞ്ഞതല്ല. നേരെ മറിച്ച് സ്റ്റേജും കെട്ടി അതിനെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ചാലോ അവർക്കെതിരിൽ എന്തായിരിക്കും സംഭവിക്കുക? അള്ളാഹു എല്ലാവരും ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഇതൊക്കെ അപകടങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മദീനയിൽ താമസിക്കുമ്പോൾ വന്നു പോകാൻ സാധ്യതയുള്ളത്. അത് മദീനയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയവർ ശ്രദ്ധിക്കണം. ഇവിടെ അശ്ലീലം കാണരുത്, വേണ്ടാത്തത് ചെയ്യരുത്, തോന്നിവാസം ചെയ്യാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. 5 വക്ത് നിസ്കാരം കൃത്യമായി നമസ്കരിക്കണം, അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കണം, ആരെയും ദ്രോഹിക്കരുത്, ആരെയും മർദ്ദിക്കരുത്, മർദ്ദനക്കും ദ്രോഹത്തിനും കൂട്ടുനിൽക്കുകയും ചെയ്യരുത്, പലിശ വാങ്ങരുത്, തിന്നരുത്, കൊടുക്കരുത്, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ വാങ്ങുക, കൊടുക്കുക, വിതരണം ചെയ്യുക എന്നീ വകുപ്പിന് കൂട്ടുനിൽക്കരുത്. അത് ഒരു പുകവലി പോലുമായിരുന്നാലും ശരി, അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച നാടാണ് ഇത് എന്നതുകൊണ്ട് അതിന്റെ താഴെ തട്ടിൽ നിൽക്കുന്നതാണല്ലോ പുകവലി. അതായിരുന്നാലും ശരി, നാം അതിന് കൂട്ടുനിൽക്കരുത്. കൃത്യമായി 5 വക്ത് നമസ്കാരം കളാവാതെ അതാതിന്റെ സമയത്ത് നിസ്കരിക്കാൻ, കഴിവിന്റെ പരമാവധി പള്ളിയിൽ വെച്ചിട്ട് ജമാഅത്തോടു കൂടി തന്നെ നമസ്കരിക്കാൻ പുരുഷന്മാർ നിർബന്ധം പുലർത്തേണ്ടതും, സ്ത്രീകൾ കൃത്യമായ സമയത്ത് തന്നെ നമസ്കരിക്കാൻ വീട്ടിലാണെങ്കിലും സ്ത്രീകളും നിർബന്ധം പുലർത്തേണ്ടതുമാണ്. ഇവിടെ താമസിക്കുന്ന വേളയിൽ വീട് ഇസ്ലാമീകരിക്കാൻ വേണ്ടി പാടുപെടണം. വീട് ഏത് നിലയ്ക്ക് ഇസ്ലാമീകരിക്കാൻ സാധിക്കുന്നു ആ രൂപത്തിലെല്ലാം ഇസ്ലാമീകരിക്കാൻ വേണ്ടി പാടുപെടണം. പാടുപെട്ടതിന്റെ ശേഷം വിജയിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കൂല. പാടുപെട്ട ശേഷം വിജയിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് നമ്മെ ശിക്ഷിക്കുകയില്ല. അള്ളാഹ്ക്ക് രഹസ്യ പരസ്യം അറിയാം. അതുകൊണ്ട് നാം അതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അതോടൊപ്പം നാം സുജൂദിൽ കിടന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേദിയിലും അതുപോലെ തന്നെ സ്വർഗത്തോപ്പിൽ ഇരുന്നു കൊണ്ടും, അഥവാ മിമ്പറിന്റെയും അള്ളാഹു റസൂൽ വീട്ടിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് സ്വർഗത്തോപ്പ്, അവിടെ ഇരുന്നു കൊണ്ടും നമ്മുടെ വീട് ഇസ്ലാമീകരിക്കാൻ, നമ്മുടെ കുട്ടികൾ സാലിഹ്യങ്ങളായ സന്താനങ്ങളായി മാറാൻ, അതുപോലെ ഭാര്യമാർ എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും വേണം. നിസ്കരിക്കാൻ പരിശ്രമിച്ചിട്ട് വിജയിക്കാത്തവർ അതും കാട്ടുക, എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, റബ്ബേ നിന്റെ വഴിയിൽ വരാൻ ഞാൻ പാടുപെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ആ വീഴ്ച എന്നിൽ വന്നു പോകുന്നുണ്ട്, നികറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ. നമ്മുടെ വഴിയിലേക്ക് വരാൻ തീരുമാനിച്ചവർക്ക് നാം വഴി ക്ലിയറാക്കും, ഹിദായത്ത് നൽകും, അതിനുള്ള തൗഫീഖ് നൽകും. അങ്ങനെയുള്ള തൗഫീഖ് നേടുന്നവരിലും നൽകപ്പെടുന്നവരിലും നാം എല്ലാവരെയും അള്ളാഹു പെടുത്തട്ടെ. ഇതുവരെ പറഞ്ഞതിനെ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. പറഞ്ഞതിൽ വല്ലതും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാഫി ചെയ്ത് തരട്ടെ. അതെ, അടുത്തയോ അല്ലെങ്കിൽ തൊട്ടയോ ഏതായിരുന്നാലും ഫാമിലി ക്ലാസ് ഇൻഷാ അള്ളാഹ്, ഫാമിലി ക്ലാസ് വരാൻ പോകുന്നതോ അല്ലെങ്കിൽ അതിന് തൊട്ടതോ വരാൻ പോകുന്നതിന് ശേഷം ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ മദീനയിൽ നിന്നിട്ട് ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി ഉള്ള സ്റ്റഡി ക്ലാസ് ആയിരിക്കും. മദീനയിൽ നിന്നിട്ട് ഹജ്ജിന് പോകുന്നവർക്കുള്ള സ്റ്റഡി ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹജ്ജിന് വേണ്ടി പ്രത്യേകം ക്ലാസ് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ബേജാറാവേണ്ടതില്ല. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, അടുത്ത ഫാമിലി ക്ലാസ്സിൽ ഭക്ഷണം ഉണ്ടാകും. അതിന്റെ അർത്ഥം ഇന്നില്ല. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.